शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्तेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो अमृषा धाम्ना स्वेन सदा निरस्तकुहकम् सत्यं परं धीमहि धर्म प्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं फलं सुगमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमतितितीर्षदां तमुन्दम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुःसुरासुरगणाः देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुषः भुङ्क्ते गुणान् षोडशात्मकः
सोऽलङ्कृशीष्ट भगवान् वजांसि मे सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि वातालयेशमनिशं हृदि भावयामि। ओं नमो भगवते वासुदेवाय ओं नमो नारायणाय ओं श्री गुरुवायूरप्पा शरणम्। ओं श्रीकृष्ण परमात्मने नमः। ओं नमः परमऋषिभ्यो नमः परमऋषिभ्यः। नारायण नारायण। ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. എല്ലാവർക്കും വൈശാഖമാസ ആശംസകൾ. വൈശാഖമാസ ആശംസകൾ എല്ലാവർക്കും. ഇന്ന് മുതൽ വൈശാഖമാസം ആരംഭിച്ചു. വിശാഖം നക്ഷത്രത്തിൽ പൗർണമി വരുന്നത് കൊണ്ടാണ് ഈ മാസത്തിന് ഇത് ചാന്ദ്രമാസ കണക്കാണ്. വൈശാഖമാസം എന്ന് വിളിക്കുന്നത്. മാധവമാസം എന്നും ഈ മാസത്തിന് പേര്. മധുമാധവങ്ങൾ 2 മാസങ്ങൾ വസന്ത ഋതുവാണ്. വടക്കേ ഇന്ത്യയിലും ഇന്ത്യയിലെമ്പാടും. നമ്മുടെ കേരളത്തിൽ മാത്രം നല്ല ചുട്ടുപൊള്ളുന്ന വേനലാണ്. പൂക്കളെല്ലാം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള കാലാവസ്ഥയാണ് വസന്ത ഋതു. അതിൽ മാധവ 2ാമത്തെ മാസമാണ് മാധവ മാസം. ആ മാധവ മാസത്തിലാണ് നമ്മളിപ്പോൾ. ഭഗവാൻ ഏറ്റവും സന്തുഷ്ടനായി ഭൂമിയിൽ ലക്ഷ്മി സമേതനായി സാന്നിധ്യം ചെയ്ത് തന്നെ ഭജിക്കുന്ന തൻ്റെ ഭക്തജനങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുന്ന ഒരു മാസമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. വൈശാഖ മാഹാത്മ്യം മുതലായ പുരാണാന്തർഗതമായിട്ടുള്ള ഭാഗങ്ങളിൽ സ്കന്ദപുരാണത്തിലും മറ്റൊക്കെയാണ് വൈശാഖ മാഹാത്മ്യം വർണ്ണിച്ചിട്ടുള്ളത്. അതിൽ പല കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ വിഷ്ണു ഭജനം, അതുപോലെ ദേവീ ഭജനം, മഹാലക്ഷ്മി ഭജനം, സുബ്രഹ്മണ്യ ഭജനം, ഇതിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാസം. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടദേവതയെ ഭജിക്കാൻ നല്ല അനുകൂലമായിട്ടുള്ള മാസം. അപ്പോൾ നമുക്ക് തീവ്രമായിട്ട് ഈ മാസം അവനവൻ്റെ ഇഷ്ടദേവതയെ ഭജിക്കാം. മറ്റൊന്ന് അക്ഷയ തൃതീയ വരുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് അക്ഷയ തൃതീയ. സ്വർണം വാങ്ങാനുള്ള ദിവസമല്ല.
നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അക്ഷയമായ ഫലം നൽകുന്ന ദിവസം. അതാണ് അക്ഷയ തൃതീയയുടെ പ്രത്യേകത. ഭഗവാന്റെ പല അവതാരങ്ങളും ഈ വൈശാഖ മാസത്തിൽ വരുന്നു. ഭഗവാന്റെ ബലരാമാവതാരം, പരശുരാമാവതാരം, കൂർമാവതാരം മുതലായിട്ടുള്ള അവതാരങ്ങൾ, അതുപോലെ ആദിശങ്കര ഭഗവത്പാദരുടെ അവതാരം ഈ വൈശാഖ ശുക്ലപക്ഷ പഞ്ചമി, ആദിശങ്കര ഭഗവത്പാദരുടെ അവതാരം, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്, മാസങ്ങളാണ്. നമുക്ക് ശ്രദ്ധയോടെ ഭക്തിയോടെ നമ്മുടെ ഭഗവത് ഭജനം തുടർന്നുകൊണ്ടിരിക്കാം, കൂടുതൽ തീവ്രമാക്കാം. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിന് എല്ലാവർക്കും പാത്രീഭവിക്കാം. സർവ്വ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭഗവത് ഭക്തി നല്ലതുപോലെ ഉറച്ചു കിട്ടട്ടെ. അങ്ങനെ നമ്മളെല്ലാവരും ജ്ഞാനത്തിന് അധികാരികളായി തീരട്ടെ. അങ്ങനെ മുക്തന്മാരായി തീരട്ടെ. അവസാനം ഈ ജന്മം തന്നെ എല്ലാവരും ഇവിടെ തന്നെ മുക്തരായി ഭവിക്കാം. നമുക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പൊ തുറന്നു കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേണ്ട പോലെ ഉപയോഗിക്കാം. ഇവിടെ തന്നെ മുക്തരാവാം, ഈ ജന്മത്തിൽ തന്നെ മുക്തരാവാം. ഇനി അധികം കാത്തിരിക്കുകയൊന്നും വേണ്ട. അനേക ജന്മങ്ങൾ കഴിയേണ്ട കാര്യമില്ല. ഈ ജന്മം നമുക്ക് പാഴാക്കാതെ നോക്കാം. അന്ത്യോളം വെള്ളം കോരിയിട്ട് അന്ത്യാകുമ്പോൾ കുടോട്ടുടയ്ക്കുക എന്ന് പറഞ്ഞ പോലെ ഇതുവരയ്ക്ക് നമ്മൾ എത്തിയിട്ട് ഇനി ഇതിനെ പാഴാക്കി കളയുന്നത് വിഡ്ഢിത്തരമാണ്. ഇത്രയും നല്ല അവസ്ഥയിലേക്ക് എത്തിയിട്ട് മനുഷ്യജന്മം കിട്ടി, ഇതുപോലെയുള്ളതായിട്ടുള്ള നല്ല ബുദ്ധിയുണ്ടായി, എല്ലാവർക്കും ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടായി, നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കാനുള്ളതായിട്ടുള്ള താല്പര്യമുണ്ടായി, അതിൽ നിന്നുള്ള അറിവൊക്കെ നല്ലപോലെ ഉൾക്കൊള്ളാനുള്ളൊരു പാകത വന്നു. എല്ലാം നന്നായിട്ട് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഇത്രയും എത്തിയിട്ട് ഇനി അധികം ഇല്ല നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വക്കത്താണ്. ഇനി കളയാതെ നോക്കാം. ജ്ഞാനത്തിന് അധികാരികളായി മുക്തന്മാരായി ആനന്ദമായി ഇവിടെ കഴിയാൻ നോക്കുക. അതിനുള്ള എന്താ പറയുക, നമ്മുടെ സാധനകളും മറ്റുമൊക്കെ കൂടുതൽ തീവ്രമാക്കാനുള്ളതായിട്ടുള്ള സന്ദർഭം. അതാണ് വൈശാഖ മാസം. എല്ലാവർക്കും നല്ലൊരു വൈശാഖ മാസം ആശംസിക്കുന്നു. ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം മഹാലക്ഷ്മി സമേതനായി ഭഗവാൻ നിങ്ങളുടെയൊക്കെ ഗൃഹങ്ങളിലും ഓരോരുത്തരുടെ ഹൃദയത്തിലും വിലസട്ടെ. നമുക്ക് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗ തുടരാം. ഭാഗവത ജ്ഞാനഗംഗ ചതുർത്ഥ സ്കന്ധം 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രശസ്തമായിട്ടുള്ള ധ്രുവചരിതം എന്ന ചരിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദക്ഷയാഗം വളരെ വിശദമായിട്ട് നമ്മൾ അനേക ക്ലാസ്സുകളിലൂടെ വിസ്തരിച്ചു കണ്ടു. അതുപോലെ തന്നെ വളരെ ചതുർത്ഥ സ്കന്ധത്തിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു ചരിതമാണ് ധ്രുവചരിതം. നമുക്ക് പ്രവേശിക്കാം, ആസ്വദിക്കാം. ആദ്യം നമുക്ക് പാരായണം ചെയ്യാം 8-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ 8-മോऽധ്യായഃ. മൈത്രേയ ഉവാച. സനകാദ്യാ നാരദശ്ച ഋപുർഹംസ്വാരുണിർയതിഃ നൈതേ ഗൃഹാൻ ബ്രഹ്മസുതാഃ ഹ്യാവസൻ ഊർധ്വരേതസഃ. മൃഷാ ധർമ്മസ്യ ഭാര്യാസീദ് ദംഭം മായാം ച ശത്രുഹൻ അസൂതമിഥുനം തത്തു നിരുതിർജഗൃഹേ അപ്രജഃ. തയോ സമഭവത് ലോഭോ നികൃതിശ്ച മഹാമതേ താഭ്യാം ക്രോധശ്ച ഹിംസാ ച യദ്ദുരുക്തിഃ സ്വസാ കലിഃ.
ദുരുക്തൗ കലിരാദത്ത ഭയം മൃത്യും ച സത്തമ തയോശ്ച മിഥുനം ജജ്ഞേ യാതനാ നിരയസ്തഥാ സംഗ്രഹേണ മയാജ്ഞാതഃ പ്രതിസർഗസ്തവാനഘ ത്രിശ്രുത്വൈതത്പുമാൻ പുണ്യം വിദുനോത്യാത്മനോ മലം അഥാത കീർത്തയേ വംശം പുണ്യകീർത്തേഃ കുരുദ്വഃ സ്വായംഭുവസ്യാപി മനോഃ ഹരേരംശാംശ ജന്മനഃ പ്രിയവ്രതോത്ഥാനപാദൗ ശതരൂപാപതേ സുതൗ വാസുദേവസ്യ കലയാ രക്ഷായാം ജഗതസ്ഥിതൗ ജായേ ഉത്ഥാനപാദസ്യ സുനീതിഃ സുരുചിസ്തയോഃ സുരുചിഃ പ്രേയസീ പത്യുഃ നേതരായൽ സുതോ ധ്രുവഃ ഏകദാ സുരുചേഃ പുത്രം അംഗമാരോപ്യ ലാളയൻ ഉത്തമം നാരുരുക്ഷന്തം ധ്രുവം രാജാഭ്യനന്ദത തദാ ചികീർഷമാണം തം സപത്ന്യാഃ തനയം ധ്രുവം സുരുചിഃ ശൃണ്വതോ രാജ്ഞഃ ശേർഷ്യമാഃ അതിഗർവിതാ നവത്സ നൃപതേർദിഷ്ണ്യം ഭവാൻ ആരോടുമർഹതി ന ഗൃഹീതോ മയാ യത്വം കുക്ഷൗ അപി നൃപാത്മജഃ ബാലോऽസി വദനാത്മാനം അന്യസ്ത്രീഗർഭസംവൃതം നൂനം വേദ ഭവാൻ യസ്യ ദുർലഭേർത്ഥേ മനോരഥഃ തപസാരാധ്യ പുരുഷം തസ്യൈവാനുഗ്രഹേണ മേ ഗർഭേ ത്വം സാധയാത്മാനം യദീച്ഛസി നൃപാസനം. മൈത്രേയ ഉവാച മാതുഃ സപത്ന്യാഃ സദുരുക്തിവിദ്ധഃ ശ്വസൻദൃശാ ദണ്ഡഹതോ യദാ ഹിത്വാമിഷന്തം പിതരം സന്നവാചം ജഗാമ മാതുഃ പ്രരുദൻ സകാശം തം നിശ്വസന്തം സ്ഫുരിതാദരോഷ്ടം സുനീതിരുത്സംഗൗ ദുഹ്യബാലം നിശമ്യ തൽപൗരമുഖാം നിതാന്തം സാ വിവ്യധേ യദ്ഗദിതം സപത്ന്യാ സോത്സൃജ്യ ധൈര്യം വിലലാപശോകദാവാഗ്നിനാ ധാവലതേവ ബാല വാക്യം സപത്ന്യാഃ സ്മരതി സരോജശ്രിയാദൃശാ ബാഷ്പകലാമുവാഹ ദീർഘം ശ്വസന്തി വൃജനസ്യ പാരമപശ്യതി ബാലകമാഹ ബാല മാമംഗളം താത പരേഷു മംസ്താ ഭുങ്ക്തേ ജനോ യൽ പരദുഃഖതസ്തത് സത്യം സുരുച്യാഭിഹിതം ഭവാൻ മേ യദ്ദുർഭഗായാ ഉദരേ ഗൃഹീതഃ സ്തന്യേന വൃദ്ധശ്ച വിലജ്ജതേ യാം ഭാര്യേതി വാവോടും ഇടസ്പതിർമാം ആതിഷ്ഠതത്താദ വിമത്സരസ്ത്വം ഉക്തം സമാത്രാപി യദവ്യളീകം ആരാധയാദോക്ഷജ പാദപദ്മം യദീച്ഛസേധ്യാസനമുത്തമോ യഥാ യസ്യാംഘ്രിപദ്മം പരിചര്യ വിശ്വവിഭാവനായാത്ത ഗുണാഭിപത്തേഃ അജോതിഷ്ഠത് ഖലു പാരമേഷ്ട്യം പദം ചിതാത്മശ്വസനാഭിവന്ദ്യം തഥാ മനുർവോ ഭഗവാൻ പിതാമഹോ യമേകമത്യാ പുരുദക്ഷിണൈർമഗൈഃ ഇഷ്ട്വാഭിഭേദേ ദുരവാപമന്യതോ ഭൗമം സുഖം ദിവ്യമതാപവർഗ്യം തമേവ വത്സാശ്രയ ഭൃത്യവത്സലം മുമുക്ഷുഭിർമൃഗ്യപദാബ്ജപദ്ധതിം അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസ്യവസ്ഥാപ്യ ഭജസ്വ പൂരുഷം നാന്യം തതഃ പദ്മപലാശലോചനാത് ദുഃഖച്ഛിതം തേ മൃഗയാമി കഞ്ചന യോ മൃഗ്യതേ ഹസ്തഗൃഹീത പദ്മയാ ശ്രിയേതരൈരംഗവിമൃഗ്യമാണയാ. മൈത്രേയ ഉവാച ഏവം സങ്കൽപ്പിതം മാതുഃ ആകർണ്യാർത്ഥാഗമം വചഃ സന്നിയമ്യാത്മനാത്മാനം നിശ്ചക്രാമ പിതുഃ പുരാത്. നാരദസ്തതുപാകർണ്യ ജ്ഞാത്വാ തസ്യ ചികീർഷിതം സ്പൃഷ്ട്വാ മൂർധന്യഗഗ്നേന പാണിനാ പ്രാഹ വിസ്മിതഃ അഹോ തേജക്ഷത്രിയാണാം മാനഭംഗം അമൃഷ്യതാം ബാലോപ്യയം ഹൃദാ ധത്തെ യൽ സമാതുർ അസദ്വചഃ. നാരദ ഉവാച നാദുനാപ്യവമാനം തേ സമ്മാനം വാപി പുത്രക ലക്ഷയാമ കുമാരസ്യ സക്തസ്യ ക്രീഡനാദിഷു വികൽപേ വിദ്യമാനേപി ന ഹ്യസന്തോഷഹേതവഃ പുംസോ മോഹമൃതേ ഭിന്ന യല്ലോകേ നിജകർമ്മഭിഃ പരിതുഷ്യേത്തദസ്താദ താവന്മാത്രേണ പൂരുഷഃ ദൈവോപസാദിതം യാവത് വീക്ഷ്യേശ്വരഗതിം ബുധഃ.
അതമാത്രോപദിഷ്ടേന യോഗേനാവരുരുത്സസി യൽ പ്രസാദം സ വൈ പുംസാം ദുരാരാധ്യോ മതോ മമ മുനയഃ പദവീം യസ്യ നിസ്സംഗേനോരു ജന്മഭിഃ ന വിദുർമൃഗയന്തോപി തീവ്രയോഗസമാധിന അതോ നിവർത്തതാം ഏഷ നിർബന്ധസ്തവ നിഷ്ഫലഃ യതിഷ്യതി ഭവാൻ കാലേ ശ്രേയസാം സമുപസ്ഥിതേ യസ്യ യദ്ദൈവ വിഹിതം സതേന സുഖദുഃഖയോഃ ആത്മാനം തോഷയൻ ദേഹി തമസഃ പാരമൃച്ഛതി ഗുണാധികാന്മുദം ലിപ്സേദനുക്രോശം ഗുണാധമാത് മൈത്രീം സമാനാദന്വിച്ഛേത് ന താപൈരഭിഭൂയത്തെ ധ്രുവ ഉവാച സോയം ശമോ ഭഗവതാ സുഖദുഃഖഹതാത്മനാം ദർശിത കൃപയാ പുംസാം ദുർദർശോസ്മദ്വിതൈസ്തു യഃ അദാപി മേ അവിനീതസ്യ ക്ഷാത്രം ഘോരമുപേയുഷഃ സുരുച്യാ ദുർവചോ ബാണൈർന ഭിന്നേ ശ്രയതേ ഹൃദി പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗേഷോഃ സാധുവത്മമേ ബ്രൂഹ്യസ്മത്പിതൃഭിർബ്രഹ്മൻ അന്യൈരപ്യനധിഷ്ഠിതം നൂനം ഭവാൻ ഭഗവതോ യോങ്കജ പരമേഷ്ഠിനഃ വിതുതൻ അടദേ വീണാം ഹിതാർത്ഥം ജഗതോർക്കവത് മൈത്രേയ ഉവാച ഇത്യുദാഹൃതമാകർണ്യ ഭഗവാൻ നാരദസ്തദാ പ്രീതഃ പ്രത്യാഹതം ബാലം സദ്വാക്യം അനുകമ്പയാ നാരദ ഉവാച ജനന്യാഭിഹിതഃ പന്ഥ സ വൈ നിശ്രേയസസ്യത്തെ ഭഗവാൻ വാസുദേവസ്തം ഭജ തൽപ്രവണാത്മനാ ധർമാർത്ഥകാമമോക്ഷാഖ്യം യ ഇച്ഛേത് ശ്രേയ ആത്മനഃ ഏകമേവ ഹരേസ്തത്ര കാരണം പാദസേവനം തത്താദ ഗച്ഛ ഭദ്രം തേ യമുനായാസ്തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാ ഹരേഃ സ്നാത്വാനുസവനം തസ്മിൻ കാളിന്ദ്യാ സലിലേ ശിവേ കൃത്വോചിതാനി നിവസൻ ആത്മനഃ കൽപിതാസനഃ പ്രാണായാമേന ത്രിവൃതാ പ്രാണേന്ദ്രിയ മനോമലം ശനൈർവ്യുതസ്യാഭിധ്യായേത് മനസാ ഗുരുണാ ഗുരും പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേ ക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം തരുണം രമണീയാംഗം അരുണോഷ്ടേക്ഷണാദരം പ്രണതാശ്രയണം നൃമ്ണം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗദാപത്മൈരഭിവ്യക്ത ചതുർഭുജം കിരീടിനം കുണ്ടലിനം കേയൂരവലയാന്വിതം കൗസ്തുഭാഭരണഗ്രീവം പീതകൗശേയവാസസം കാഞ്ചീകലാപപര്യസ്തം ലസത്കാഞ്ചനനോപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം പദ്ഭ്യാം നഗമണിശ്രേണ്യാ വിലസദ്ഭ്യാം സമർച്ചതാം ഹൃത്പദ്മകർണികാദിഷ്ണ്യം ആക്രമ്യാത്മന്യവസ്ഥിതം സ്മയമാനമഭിധ്യായേത് സാനുരാഗാവലോകനം നിയതേനൈകഭൂതേന മനസാ വരദർശവം ഏവം ഭഗവതോ രൂപം സുഭദ്രം ധ്യായതോ മനഃ നിർവൃത്യാ പരയാതൂർണം സമ്പന്നം ന നിവർത്തത്തെ ജപ്യശ്ച പരമോ ഗുഹ്യഃ ശ്രൂയതാം മേ നൃപാത്മജ യം സപ്തരാത്രം പ്രപഠൻ പുമാൻ പശ്യതി ഖേചരാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്ത്രേണാനേന ദേവസ്യ കുര്യാ ദ്രവ്യമയീം ബുധഃ സപര്യാം വിവിധൈർദ്രവ്യൈഃ ദേശകാലവിഭാഗവിത് സലിലൈഃ ശുചിഭിർമാല്യൈഃ വന്യൈർമൂലബലാദിഭിഃ ശസ്താംഗുരാം ശുകൈശ്ചാർച്ചേത് തുളസ്യാ പ്രിയയാ പ്രഭും ലബ്ധ്വാ ദ്രവ്യമയീം അർച്ചാം ക്ഷിത്യം വാദിഷു വാർച്ചയേത് ആവൃതാത്മാ മുനിശാന്തോ യദവാങ്മിതവന്യബുക്ക് സ്വേച്ഛാവതാരചരിതൈഃ അചിന്ത്യ നിജമായയാ കരിഷ്യത്യുത്തമ ശ്ലോകഃ തൽ ധ്യായേത് ഹൃദയംഗമം പരിചര്യാ ഭഗവതോ യാവത്യഃ പൂർവസേവിതാഃ താമന്ത്രഹൃദയേനൈവ പ്രയുഞ്ജ്യാത് മന്ത്രമൂർത്തയേ. ഏവം കായേന മനസാ വചസാ ച മനോഗതം പരിചര്യമാണോ ഭഗവാൻ ഭക്തിമൽ പരിചര്യയാ
पुंसाम् अमायिनां सम्यक् भजतां भाववर्धनः श्रेयो दिशत्यभिमतं यद्धर्मादिषु देहिनां विरक्तश्चेन्द्रियरतौ भक्तियोगेन भूयसा तं निरन्तरभावेन भजेदाब्धा विमुक्तये इत्युक्तस्तं परिक्रम्य प्रणम्य च नृपार्भगः ययौ मधुवनं पुण्यं हरेः चरणचर्चितं तपोवनं गते तस्मिन् प्रविष्टोऽन्धः पुरं मुनिः अर्हितार्हणगो राज्ञा सुखासीन उवाच तं नारद उवाच राजन् किं ध्यायसे दीर्घं मुखेन परिशुष्यता किं वा नरिष्यते कामो धर्मो वार्तेन संयुतः राजोवाच सुतो मे बालको ब्रह्मन् स्त्रैणेनाकरुणात्मना निर्वासितः 5 वर्षः सह मात्रा महान् कविः अप्यनादं वने ब्रह्मन्मास्मादन्त्यर्भगं मृगाः श्रान्तं शयानं क्षुदितं परिम्लानमुखाम्बुजम् अहो मे बद दौरात्म्यं स्त्रीचिदस्योपधारय योऽङ्गं प्रेम्णारुरुक्षन्दं नाभ्यनन्दम् असत्तमः नारद उवाच मामाशुचस्वतनयं देवगुप्तं विशाम्बते तल्प्रभावमविज्ञाय प्रावृन्ते यद्यशो जगत् सुदुष्करं कर्म कृत्वा लोकपालैरपि प्रभुः येष्यत्यचिरतो राजन् यशो विपुलयन् तव मैत्रेय उवाच इति देवर्षिणा प्रोक्तं विसृत्य जगतीपतिः राजलक्ष्मीमनादृत्य पुत्रमेव अन्वचिन्तयत् तत्राभिषिक्तप्रयतसत्तामुपोष्य विभावरीं समाहितः पर्यचरत् ऋष्यादेशेन पूरुषं त्रिरात्रान्ते कवित्तबदराशनः आत्मवृत्त्यनुसारेण मासं निन्ये अर्चयन् हरिं द्वितीयं च तथा मासं षष्ठेर्भगो दिने तृणपर्णादिभिः शीर्णैः कृतान्नोऽभ्यर्चयद् विभुं तृतीयं चानयन्मासं नवमे हनि अभक्ष उत्तमश्लोकमुपाधावत् समाधिना चतुर्थमपि वै मासं द्वादशे हनि वायुभक्षोजिदश्वासो ध्यायन् देवमधारयत् पंचमे मास्यनुप्राप्ते जिदश्वासो नृपात्मजः ध्यायन् ब्रह्मपदैगेन तस्थौ स्थाणुरिवाचलः सर्वतो मन आकृष्य हृदि भूतेन्द्रियाशयं ध्यायन् भगवतो रूपं नाद्राक्षीत् किञ्चनापरम् आधारं महदादीनां प्रधानपुरुषेश्वरं ब्रह्मधारयमाणस्य त्रयो लोकाश्च कम्पिते यदैकपादेन स पार्थिवार्भगः तस्थौ तदङ्गुष्ठनिपीडितामहि न नाम तत्रार्धमिभेन्द्रधिष्ठिता तरीव सव्येदरदः पदे पदे तस्मिन्नविद्यायति विश्वमात्मनो द्वारं निरुद्यासुमनन्यया धिया लोका निरुच्छ्वास निपीडिता वृषं स लोकपाला शरणं ययुर्हरिं देवाऊजुः नैवं विदामो भगवन् प्राणरोधं चराचरस्याखिल सत्त्वधाम्नः विदेहि तन्नो वृजिनाद् विमोक्षं प्राप्ता वयं त्वां शरणं शरण्यम् श्रीभगवानुवाच माभैष्टबालं तपसो दुरत्ययाद् निवर्तयिष्ये प्रतियाद स्वधाम यतो हि वः प्राणनिरोध आसीद् औत्थानपादिर्मयि सङ्गदात्मा हरि ओम् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां चतुर्थस्कन्धे ध्रुवचरिते अष्टमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द नारायणाखिल गुरो भगवन् नमस्ते नारायणाखिल गुरो भगवन् नमस्ते नारायणाखिल गुरो भगवन् नमस्ते श्रीहरये नमः ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. നാരായണ. വൈകി വന്നവർക്കും വൈശാഖമാസ ആശംസകൾ.
ദക്ഷയാഗം വിശദമായി പഠിച്ച നമുക്ക് എന്താണ് അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠം എന്നാണെങ്കിൽ, ഭഗവാൻ അവസാനം ദക്ഷന് കൊടുത്ത ഉപദേശമാണ് ആ ദക്ഷയാഗത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഏറ്റവും മഹത്തായ പാഠം. എന്താണ് ഭഗവാൻ അവസാനം പറഞ്ഞത്? ഞാനും ബ്രഹ്മദേവനും ശർവനും ഈ ലോകത്തിൻ്റെ പരമകാരണഭൂതന്മാരാകുന്നു. ഞങ്ങൾ തന്നെയാണ് ഈ ലോകത്തിൻ്റെ ആത്മാ, ഈശ്വരനും സാക്ഷിയും സ്വയം ദൃക്ക്, അതുപോലെ അവിശേഷണ, ഞങ്ങൾ ഇതിനെല്ലാം അതീതരുമാണ്. അങ്ങനെയുള്ള ജഗതീശ്വരന്മാരായ ഞങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരാളാണ്. ആ ഒരു തത്വം സ്വന്തം മായയെ സ്വീകരിച്ചുകൊണ്ട്, ആ ഗുണമയിയായ മായയെ കൊണ്ട് 3 രൂപങ്ങളെ ധരിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം മുതലായ കാര്യങ്ങൾക്ക് ബ്രഹ്മ, വിഷ്ണു, രുദ്ര രൂപങ്ങളെ ധരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഭേദമില്ല. 3 കാര്യങ്ങൾക്ക് വേണ്ടി 3 രൂപങ്ങൾ ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ തന്നെ 3 വേഷം കെട്ടിയിരിക്കുകയാണ്. ഒരേ തത്വം തന്നെയാണ് ജഗത്തിന്റെ പരമകാരണം. ഞങ്ങൾ 3 കാര്യങ്ങൾക്ക് 3 റോള് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള തസ്മിൻ ബ്രഹ്മണി അദ്വിതീയേ കേവലേ പരമാത്മനി, കേവലമായ അദ്വിതീയമായ ബ്രഹ്മത്തിൽ, പരമാത്മാവായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ ബ്രഹ്മാവെന്നോ രുദ്രനെന്നോ ഭൂതങ്ങളെന്നോ ഭേദം കാണുന്നവർ അജ്ഞന്മാരാണ്. തത്വമറിയാത്ത മൂഢന്മാരാണ് ഞങ്ങളിൽ ഭേദം കാണുന്നത്. വാസ്തവത്തിൽ ത്രിമൂർത്തികൾ തമ്മിലും ഭേദമില്ല. ഈ കാണുന്ന പ്രപഞ്ചവും ഞങ്ങളിൽ നിന്ന് അന്യമല്ല. ഭൂതാനി ബ്രഹ്മരുദ്രൗച ഭൂതാനി ഭേദേന അജ്ഞോനു പശ്യതി. വാസ്തവത്തിൽ ഇവിടെ പാരമാർത്ഥികമായി പറഞ്ഞാൽ ഇവിടെ ഭേദം ഒന്നിലും ഇല്ല. ഒരേ ഒരു വസ്തുവേ ഉള്ളൂ. ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ആ വസ്തു മായ കൊണ്ട് പലതായി തോന്നുകയാണ്. ആ മായ കൊണ്ട് തന്നെയാണ് അത് പലതായി തോന്നുന്നത്. ആ മായയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു നോക്കിയാൽ, അജ്ഞാനത്തിനപ്പുറത്തേക്ക് കടന്നു നോക്കിയാൽ പരമാർത്ഥ തലത്തിൽ വസ്തു ഒന്നേ ഉള്ളൂ. അതിന് ദൃഷ്ടാന്തം പറഞ്ഞു. യഥാ പുമാൻ ന സ്വാംഗേഷു ശിരഃപാണ്യാദിഷു ക്വചിത് പാരക്യ ബുദ്ധിം കുരുതേ ഏവം ഭൂതേഷു മത്പരഃ. എപ്രകാരമാണോ ഒരു മനുഷ്യന് അവനവന്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങളിൽ അന്യന്റെ എന്നൊരു ഭാവം ഇല്ലാത്തത്, പാരക്യ ബുദ്ധി, പരകീയം എന്നുള്ള ഭാവം ഇല്ലാത്തത്. എൻ്റെ ശിരസ്, എൻ്റെ കയ്യ്, എൻ്റെ കാല് എന്നൊക്കെയാണ് എൻ്റെ അവയവങ്ങളിൽ എനിക്ക് ബുദ്ധി കിട്ടും. അല്ലാതെ അന്യൻ്റെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതുപോലെയാണ് മത്പരഹ, എന്നെ പരനായി കരുതുന്ന, എൻ്റെ തത്വമറിയുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ഭൂതേഷു, ഈ കാണുന്ന ചരാചരങ്ങളിലും അവർ ഭേദബുദ്ധിയെ കാണുന്നില്ല. എല്ലാം ഒന്നായി കാണുന്നവനാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഭക്തൻ. മത്പരഹ. അത് തന്നെയാണ് ഭാഗവതത്തിൽ അടിക്കടി പല ഭാഗത്തും പറഞ്ഞു തരുന്നത്. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവം ആത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമഃ. സർവഭൂതങ്ങളിലും ആരാണോ ഭഗവത് ഭാവം കാണുന്നത്, ഭൂതങ്ങളെയൊക്കെ ഭഗവാനിലും തന്നിലും ആരാണോ കാണുന്നത്, അങ്ങനെ താനും ഭൂതങ്ങളും ഭഗവാനും തമ്മിൽ ഭേദമില്ലാതെ ആരാണോ ദർശിക്കുന്നത്, അവനാണ് ഭാഗവതോത്തമൻ എന്ന് ഭാഗവതത്തില് ഏകാദശ സ്കന്ധത്തിലും മറ്റു പലയിടത്തും ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ അതാണ് യഥാർത്ഥ ഭക്തി. അങ്ങനെയുള്ള ത്രയാണാം ഏകഭാവാനാം യോ ന പശ്യതി വൈ വിദാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സശാന്തിം അധിഗച്ഛതി. അപ്പൊ സശാന്തിം അധിഗച്ഛതി, അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. ആരാ ശാന്തിയെ പ്രാപിക്കുന്നത്? ഞങ്ങൾ വാസ്തവത്തില് സർവഭൂതാത്മാക്കളാണ്. ഞങ്ങളാണ് സർവഭൂതങ്ങളുടെയും ആത്മാ, ഒന്നാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ത്രയാണാം ഏകഭാവാന, ഞങ്ങൾ ഏകഭാവന്മാരായ 3 പേർ. ആ 3 പേരിൽ ആരാണോ ഭേദം കാണാത്തത്, യോന പശ്യതി വൈ ബിദാം,
ആരാണോ വിദാം പശ്യതി ന പശ്യതി, ഭേദത്തെ കാണാതിരിക്കുന്നത്, അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. അത്രി മഹർഷിയെ പോലെയുള്ളവർ ശാന്തിയെ പ്രാപിക്കുന്നു. ദക്ഷൻ ഭേദം കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശാന്തി നഷ്ടപ്പെട്ടത്. ഇതാണ് അത്രിയുടെ കഥയും ദക്ഷന്റെ കഥയും തമ്മിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അത്രിക്ക് ഭേദഭാവം ഉണ്ടായിരുന്നില്ല. ത്രിമൂർത്തികളുടെയും അനുഗ്രഹം ലഭിച്ച് ത്രിമൂർത്തികളിൽ നിന്നും അംശങ്ങളായിട്ട് പുത്രന്മാരുണ്ടായി. ബ്രഹ്മാവിൽ നിന്ന് സോമനും, വിഷ്ണുവിൽ നിന്ന് ദത്താത്രേയനും, രുദ്രനിൽ നിന്ന് ദുർവാസാവുമായിട്ട് 3 പുത്രന്മാരെ കിട്ടി അത്രിക്കും അനസൂയയ്ക്കും. എന്തുകൊണ്ട്? അവർ ഭേദബുദ്ധി കണ്ടില്ല, എല്ലാം ഒന്നായി കണ്ടു. ജഗതീശ്വരൻ ഒരാളാണെന്ന് കണ്ടുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു. അപ്പൊ അവന് ശാന്തി, അത്രിക്ക് ശാന്തി. ത്രിത്വം കാണാത്തവൻ അത്രി, ഭേദഭാവമില്ലാത്തവൻ അത്രി, അത്രിക്ക് ശാന്തി. ദക്ഷന് ദേഹാഭിമാനം കൊണ്ട് ഈശ്വരനിലും ഭേദം കൽപ്പിച്ച് ഉച്ചനീചത്വങ്ങളെല്ലാം കൽപ്പിച്ച് കലഹിച്ച് മത്സരിച്ച് ശാന്തി നഷ്ടപ്പെട്ടു. അപ്പോ നമ്മൾ ആരാവണം? അത്രിയാവണം, ദക്ഷൻ ആവാതിരിക്കണം അല്ലേ? അതിപ്പോ പറഞ്ഞതുകൊണ്ടാവുമോ? പറഞ്ഞതുകൊണ്ടാവുമൊന്നുമില്ല. അറിവ് കൊണ്ട് അവനവനില് അത് ബോധ്യം വരണം. മറ്റൊരാൾ ഉപദേശിച്ചത് കൊണ്ട് മാത്രം അതായിക്കൊള്ളണമെന്നില്ല. ഒറ്റ സുപ്രഭാതത്തില് അങ്ങനെ മാറിയെടുക്കാനും സാധിക്കില്ല. അവനവന്റെ ഉള്ളില് ഈ തത്വം ഉറയ്ക്കണം. ആ തത്വ വിചാരം ചെയ്ത് അത് ബോധ്യം വരണം. അപ്പൊ മാത്രമേ ഭേദബുദ്ധി ഇല്ലാതെയാവുള്ളൂ. എല്ലാറ്റിലും സമഭാവത്തോടെ നമുക്ക് പെരുമാറാൻ കഴിയുകയുള്ളൂ. എല്ലാവരോടും സമഭാവനയോടെ തുല്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. വ്യവഹാരത്തിൽ എല്ലാവരും തുല്യരല്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അവരോടുള്ളതായിട്ടുള്ള ഭാവം, എല്ലാവരുടെ ഉള്ളിലുമുള്ളത് ഒരേ ചൈതന്യമാണ്, ഒരേ ഈശ്വര ചൈതന്യമാണ്, എൻ്റെ തന്നെ ചൈതന്യം തന്നെയാണ് പരനിലുമുള്ളത് എന്ന ബോധമുണ്ടെങ്കിൽ നമുക്ക് വ്യവഹാരം വളരെ സ്മൂത്തായിരിക്കും, വളരെ സുഗമമായിട്ട് നമുക്ക് ആളുകളുമായിട്ട് ഡീൽ ചെയ്യാം. ഇതാണ് നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് അത്രിയാവാം, ദക്ഷനിൽ നിന്ന് വളർന്ന് അത്രിയാവാം. ഇതാണ് ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടത്. കഥയെല്ലാം വളരെ വിസ്തരിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു ഭഗവാന്റെ ഉപദേശത്തെ നമ്മൾ ഉള്ളിൽ വെക്കുക, എപ്പോഴും വെക്കുക. കാരണം അടുത്ത കഥയിലേക്കും അതിൻ്റെ അടുത്ത കഥയിലേക്കും ഒക്കെ അത് ബാധകമാണ്. ധ്രുവചരിതത്തിലേക്കും പൃഥുചരിതത്തിലേക്കും ഒക്കെ ഈ ഉപദേശം ബേസാണ്. ഈ കഥയിലും നമ്മൾ ഇത് വെച്ചിട്ട് വേണം ഈ കഥയെ നമ്മൾ വിലയിരുത്താനായിക്കൊണ്ട് എന്തിനു വേണ്ടി ആ കഥ പറഞ്ഞു എന്നുള്ളത്. ധ്രുവനും നമ്മളെ സംബന്ധിച്ച് 5 വയസ്സുള്ള ബാലൻ, വളരെ ഭക്തൻ എന്നൊക്കെ നമ്മൾ കഥകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ഭക്തനൊക്കെ തന്നെയാണെങ്കിലും അദ്ദേഹം എന്തിനു വേണ്ടി ഭജിച്ചു ഭഗവാനെ എന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടോ ഭഗവാന്റെ തത്വം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടോ തനിക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ടോ അല്ല അദ്ദേഹം ഭജിച്ചത്. അദ്ദേഹത്തിന്റെ ഭജനയിലുള്ള വ്യത്യാസം, അദ്ദേഹം മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ് ഭജിച്ചത്. അദ്ദേഹത്തിന് കാമമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ അങ്ങനെയുള്ള ഭക്തിക്ക് പറയുന്നത് അർത്ഥാർത്ഥി ഭക്തി എന്നാണ്. അർത്ഥാർത്ഥി ഭക്തി, എന്തെങ്കിലും കാര്യസാധ്യത്തിനായിക്കൊണ്ട് ഈശ്വര ഭജനം ചെയ്യുന്നവനെയാണ് അർത്ഥാർത്ഥി എന്ന് പറയുന്നത്. ഇവിടെ ധ്രുവനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. തനിക്ക് അച്ഛന്റെ മടിയിലിരിക്കാൻ പറ്റിയില്ല, അവിടുന്ന് ഇറക്കി വിട്ടു. അപ്പൊ അതിനൊരു ചാലഞ്ചായി എടുത്തുകൊണ്ട് മത്സര ബുദ്ധിയോടുകൂടെ എല്ലാവരേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള എൻ്റെ അച്ഛനും മുത്തശ്ശന്മാരും ഒക്കെ ഇരുന്നതിനേക്കാൾ ഒരു വലിയ പദവിയിൽ ഞാൻ ഇരിക്കണം,
അതാണ് അദ്ദേഹം സങ്കല്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി ഈശ്വരനെയാണ് ഭജിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ നല്ല കാര്യമായി. അപ്പൊ അങ്ങനെ അർത്ഥാർത്ഥി ഭക്തനായിട്ടുള്ള ധ്രുവന്റെ ഉള്ളില് ഭേദഭാവന നല്ലതുപോലെ ഉണ്ടായിരുന്നു. നല്ല ഭേദബുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ടാണ് മത്സരമുള്ളത്. ആ ഭേദബുദ്ധി കൊണ്ടാണ് അദ്ദേഹം പിന്നീടും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം കുബേരനുമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. കുബേരന്റെ ഭൃത്യന്മാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള അനേക യക്ഷന്മാരെ അദ്ദേഹം കൊന്നൊടുക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഭേദഭാവന അത് അദ്ദേഹത്തിന് അവസാനിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും കുബേരന്റെ അനുഗ്രഹം കൊണ്ടും മനുവിന്റെ, അദ്ദേഹത്തിന്റെ മുത്തശ്ശന്റെ അനുഗ്രഹം കൊണ്ടും ഒക്കെയാണ്. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് മാറി വളരെ കാലം കൊണ്ട് പരിശുദ്ധനായി തീരുന്നുണ്ട്. ഒരുപാട് കാലം എടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ശുദ്ധി ഉണ്ടാവാൻ. 36,000 കൊല്ലം വേണ്ടി വന്നു അദ്ദേഹത്തിന് എന്താ പറയുക, നല്ലതുപോലെ ശുദ്ധനാവാൻ വേണ്ടിയിട്ട്. അത്രയും വീറും വാശിയും ആ ക്ഷത്രിയൻ്റെതായിട്ടുള്ള എന്താ പറയുക പ്രതികാര ബുദ്ധിയും മത്സര ബുദ്ധിയും ഒക്കെ അദ്ദേഹത്തിന്റെ ഉള്ളില് ഉണ്ടായിരുന്നു. രജോ ഗുണം നിറഞ്ഞിരുന്നു. ആ രജോ ഗുണം പോകാൻ അദ്ദേഹത്തിന് 36,000 കൊല്ലം വേണ്ടി വന്നു. ഇവിടെ ദക്ഷൻ തമോ ഗുണം കൊണ്ട് ഭഗവാനോട് മത്സരിച്ചുവെങ്കിൽ ധ്രുവൻ രജോ ഗുണം കൊണ്ട് ഭഗവാനോട് എന്താ പറയുക മറ്റുള്ളവരോട് മത്സരിച്ച ആളാണ്. ഇനിയും വരാനിരിക്കുന്ന പൃഥുചരിതത്തിലും മത്സരമുണ്ട്. പൃഥു ഭഗവാന്റെ അംശാവതാരമായിട്ട് പോലും, ഇന്ദ്രനും ഭഗവാന്റെ വിഭൂതിയായിട്ട് പോലും അവർ തമ്മിലും മത്സരിക്കുന്നുണ്ട്. അവർ തമ്മിലും കലഹമുണ്ട്. ആ കലഹം പോലും തീർത്തു വയ്ക്കുന്നത് ഭഗവാൻ നാരായണൻ ഇറങ്ങി വന്നിട്ടാണ്. അപ്പൊ അവരും വലിയ സാത്വികന്മാരൊക്കെ ആണെങ്കിൽ പോലും അവരിലും ശുദ്ധ സത്വമല്ല, മലിന സത്വമാണ്, രജസ് കലർന്ന സത്വമാണ് അവരുടെ ഉള്ളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലും ഭേദബുദ്ധിയോടുകൂടി അവരും മത്സരിക്കുന്നു, കലഹിക്കുന്നു. അവരുടെ കലഹവും തീരുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ കഥകളൊക്കെ നമ്മൾ വിസ്തരിച്ച് കാണും. ഇതൊന്നും ഞാനൊന്നും ഉണ്ടാക്കി പറയുന്നില്ല. നിങ്ങൾക്ക് വേർഡ് ബൈ വേർഡായിട്ട് കഥ വായിക്കുമ്പോൾ കാണാം. അപ്പൊ ഈ ഭഗവാന്റെ ഈ ഉപദേശം എത്ര കാര്യമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ദക്ഷിണ കൊടുത്തതായിട്ടുള്ള ഉപദേശം അതില്ലെങ്കിൽ ഈ ലോകത്തിൽ എപ്പോഴും ഇതുപോലെയുള്ളതായിട്ടുള്ള കലഹങ്ങൾ, മത്സരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലാ വീടുകളിലും കലഹമുണ്ട്, എല്ലാ സ്ഥാപനങ്ങളിലും കലഹമുണ്ട്, ഏതൊരു സംഘടന എടുത്താലും കലഹമുണ്ട്, അല്ലേ? ഏത് എന്താ പറയുക രാജ്യങ്ങളാണെങ്കിലും സംസ്ഥാനങ്ങളാണെങ്കിലും അവിടെയൊക്കെ അതിൻ്റെതായിട്ടുള്ള അധികാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കലഹങ്ങളുണ്ട്. ഇപ്പൊ ഓരോരുത്തരും മറ്റുള്ളവരെയും ഈശ്വര വിഭൂതികളാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾക്ക് കിട്ടിയ റോൾ എന്തെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് മത്സരിക്കാതെ തങ്ങളുടെ സ്പേസിൽ തന്നെ എല്ലാവരും നിൽക്കുകയാണെങ്കിൽ ഇവിടെ കലഹങ്ങളില്ല, യുദ്ധങ്ങളില്ല. പക്ഷെ അത് എളുപ്പത്തിലൊന്നും സാധിക്കുന്ന കാര്യമല്ല. അതിന് ഒരുപാട് തപസ് ആവശ്യമുണ്ട്. എല്ലാവർക്കും അന്ധക്കരണ ശുദ്ധി ആവശ്യമുണ്ട്. ആ അന്ധക്കരണ ശുദ്ധി ഉണ്ടാവാനുള്ള വഴികളാണ് ഇതിൽ അടിക്കടി പറഞ്ഞു തരുന്നത്. ഈ ദർശനം നമുക്ക് ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പല തരത്തിലുള്ള ഉപദേശങ്ങൾ വരുന്നത്. പൃഥുചരിതത്തിൽ ഗംഭീരമായിട്ടുള്ള ഉപദേശം പൃഥു തന്നെ സ്വയം തൻ്റെ പ്രജകൾക്ക് കൊടുക്കുന്നുണ്ട്. സനകാദികൾ പൃഥുവിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എവിടെ നോക്കിയാലും നമുക്ക് ധാരാളം ഉപദേശങ്ങൾ കാണാം. ഇതൊക്കെ നമ്മളെ ശുദ്ധീകരിക്കാനുള്ളതാണ്. ആ ശുദ്ധി ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ മത്സരം, ഭേദബുദ്ധി ഇതെല്ലാം ഇല്ലാതായി നമുക്ക് ശാന്തി ഉണ്ടാവാൻ പോകുന്നുള്ളൂ. സശാന്തിം അധിഗച്ഛതി എന്ന് പറഞ്ഞത് ഓർക്കുക. ആർക്കാണ് ശാന്തി? എല്ലാറ്റിലും
ഈശ്വരനെ ഒന്നായി കാണുന്നവന്. ഈശ്വരൻ മാത്രമാണ് സത്യം. ആ ഈശ്വരൻ തന്നെയാണ് എല്ലാ രൂപത്തിലും കുടികൊള്ളുന്നത്. ഓരോ ശരീരങ്ങളും ഈശ്വരന്റെ വിവിധ ക്ഷേത്രങ്ങളാണ്. ഓരോ ക്ഷേത്രങ്ങളും കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കൈയെടുത്ത് തൊഴുത് ഈശ്വരനെ വന്ദിക്കുന്നത്, അതുപോലെയാണ് നമ്മൾ ഓരോ ശരീരങ്ങളും കാണുമ്പോൾ നമസ്തേ 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 എന്ന് പറയുന്നത്. അത് വെറും ചുണ്ടുകൊണ്ട് പറയുന്നതാവരുത്, ഹൃദയം കൊണ്ടാവണം. നമ്മുടെ നമസ്തേ എന്നുള്ളത് വെറും ഒരു ചുണ്ടുകൊണ്ടുള്ള ഒരു എക്സസൈസ് ആവരുത്. അത് ആഴത്തിൽ നിന്നാവട്ടെ, അറിവിൽ നിന്നാവട്ടെ, ഹൃദയത്തിൽ നിന്നാവട്ടെ. സകല ചരാചരങ്ങളെയും അങ്ങനെ നമുക്ക് ഈശ്വര വിഭൂതികളായി, ഈശ്വരമൂർത്തികളായി, ഈശ്വരന്റെ പ്രത്യക്ഷ രൂപമായി, ക്ഷേത്രമായി എല്ലാം കാണാൻ കഴിയണം. അതിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ് ഈ കഥകളൊക്കെ. അല്ലാതെ വെറുതെ ആരുടെയെങ്കിലും കഥ പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് രസിക്കാനുള്ളതല്ല. ധ്രുവന്റെ കഥ പറഞ്ഞ് ധ്രുവനെ പുകഴ്ത്താനോ പരിഹസിക്കാനോ, അല്ലെങ്കിൽ ദക്ഷന്റെ കഥ പറഞ്ഞ് ദക്ഷനെ പുകഴ്ത്താനോ പരിഹസിക്കാനോ, പൃഥുവിന്റെ ചരിതം പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്താനോ പരിഹസിക്കാനോ വേണ്ടിയിട്ടല്ല ഈ കഥകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഉള്ളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിൽ ആരെ പോലെയാണ്, എവിടെയാണ് നിൽക്കുന്നത്, ഇവർക്കുള്ള ദോഷങ്ങളൊക്കെ നമുക്കും ഇല്ലേ, അപ്പൊ നമ്മളും ശരിയാക്കണ്ട, എന്നിട്ട് വേണ്ടി അവരെ പരിഹസിക്കാൻ. അവരുടെ കുറ്റങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത്, നമ്മൾ എത്രത്തോളം കറക്റ്റ് ആക്കിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. ഇതാണ് ആധ്യാത്മികത. ഇതില്ലാതെ സ്വയം വിമർശിക്കാതെ, സ്വന്തം ഉള്ളിലേക്ക് നോക്കാതെ എത്ര കഥ കേട്ടിട്ടും ഒരു കാര്യവുമില്ല. നമ്മളെ സ്വയം തിരുത്താതെ, സ്വയം വിമർശിക്കാതെ, നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ നമ്മൾ കഴുകിക്കളയാതെ നമ്മൾ എത്ര കഥകൾ കേട്ടിട്ടും കാര്യമില്ല. അപ്പോൾ കഥകൾ കേൾക്കുന്നതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് തിരിയാൻ നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ കാണാൻ ഈ കണ്ണാടി നമ്മളെ സഹായിക്കട്ടെ. ഇതൊക്കെ കണ്ണാടികളാണ്. ഓരോ കഥകളും നമ്മുടെ നേരെ പിടിക്കുന്ന കണ്ണാടികളാണ്. ആ കണ്ണാടി നോക്കി നമ്മുടെ എവിടെയൊക്കെ അഴുക്കുണ്ട്, നമുക്ക് കാണാത്ത സ്ഥലത്തൊക്കെ നമുക്ക് അഴുക്ക് കണ്ടുപിടിക്കാൻ കണ്ണാടി ഉപയോഗിക്കാം, അല്ലേ? നമ്മുടെ മുതുകത്ത് അഴുക്കുണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുമ്പിലും പിമ്പിലും ഒക്കെ ഓരോ കണ്ണാടി വെച്ച് അതിൽ ചരിഞ്ഞും വളഞ്ഞും ഒക്കെ നോക്കാം. നമ്മുടെ മുഖത്ത് അഴുക്കുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, അതിന് കണ്ണാടി വേണം. എന്നതുപോലെ നമ്മുടെ ഉള്ളിൽ അഴുക്കുണ്ട്, ആ അഴുക്ക് കാണിക്കുന്ന കണ്ണാടികളാണ് ഈ ഓരോ കഥകളും, ഓരോ കഥാപാത്രങ്ങളും. നമ്മളെ അത് കാണാൻ സഹായിക്കട്ടെ. അങ്ങനെ നമുക്ക് സ്വയം തിരുത്തി നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ മുഴുവൻ കഴുകിക്കളഞ്ഞ്, കർദമ പ്രജാപതി എങ്ങനെയാണോ തൻ്റെ ഉള്ളിലുള്ള കർദമം കഴുകിക്കളഞ്ഞ് ഭഗവാനോട് ചേർന്നത്, അതുപോലെ ഓരോ ജീവന്മാരും കർദമന്മാരാണ്, അഴുക്കോടുകൂടി വന്നവരാണ്. ആ അഴുക്ക് കഴുകിക്കളയാനുള്ള മാർഗമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം എന്ന അവസരം. അതിൽ കിട്ടിയിരിക്കുന്ന നമ്മുടെ റോളുകൾ, നമ്മുടെ ഓരോ കർമ്മങ്ങൾ, നമ്മുടെ ഡ്യൂട്ടികൾ, അത് നമ്മൾ ഈശ്വര അർപ്പണമാക്കി സമർപ്പിക്കുന്നതോടുകൂടി നമ്മുടെ അന്ധകരണം ശുദ്ധമാകുന്നു. ആ ഈശ്വരനെ നമ്മൾ അറിയണം. യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തതം സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഇതാണ് ഈ തൃതീയ ചതുർത്ഥ സ്കന്ധങ്ങളുടെ സാരം എന്ന് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ 46-ാം ശ്ലോകം അതിൻ്റെ വിസ്താരമാണ്, അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഈ കഥകളൊക്കെ, ഈ ഭാഗവതത്തിലെ കഥകളൊക്കെ. ആ ശ്ലോകത്തിൻ്റെ ആശയം ശരിക്കും നമ്മൾ ഉള്ളിൽ ഉറപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ ഈ കഥകളൊക്കെ നമുക്ക് ക്ലിയറാവും. യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തതം സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. എവിടെ നിന്നാണോ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും
ഉൽപ്പത്തി. പ്രവൃത്തി എന്നത് ഉൽപ്പത്തിയുടെ പര്യായമാണ്. എല്ലാം എവിടെ നിന്ന് ഉത്ഭവിച്ചു വരുന്നുവോ, ഏന സർവമിതം തതം, ഏതൊരു ശക്തിയാൽ, ഏതൊരു ചൈതന്യത്താൽ, ഏതൊരു ഈശ്വരനാൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നുവോ, ആ ഈശ്വരനെ അറിഞ്ഞ്, സർവാത്മാവായിരിക്കുന്ന ഈശ്വരനെ അറിഞ്ഞ്, സർവകാരണനായിരിക്കുന്ന ഈശ്വരനെ അറിഞ്ഞ്, സർവനിയന്താവായിരിക്കുന്ന ഈശ്വരനെ അറിഞ്ഞ്, ആ ഈശ്വരനുള്ള പൂജയായി മാറണം നമ്മുടെ ഓരോ പ്രവൃത്തികളും. സ്വകർമ്മണ തമഭ്യർച്ച്യ, സ്വന്തം കർമ്മം കൊണ്ട് അവനെ അർച്ചിച്ചിട്ട്, അവനെ ആരാധിച്ചിട്ട്, അവൻ പ്രസാദിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഓരോ പ്രവൃത്തിയും ചെയ്തിട്ട് സിദ്ധിം വിന്ദതി മാനവ, ഓരോ മാനവനും തൻ്റെ ജന്മസാഫല്യം നേടാൻ യോഗ്യനായിത്തീരുന്നു. അന്ധക്കരണ ശുദ്ധി എന്ന സിദ്ധി ആദ്യമുണ്ടാകുന്നു. അത് കഴിഞ്ഞ് ആത്മജ്ഞാനത്തിന് അവൻ അർഹനായി, അവന് ഗുരുവിൻ്റെ സിദ്ധിയും ശാസ്ത്രത്തിൻ്റെ സിദ്ധിയും ഒക്കെ ഉണ്ടാവുന്നു. അങ്ങനെ അവൻ മോക്ഷമെന്ന സിദ്ധിയെയും പ്രാപിക്കുന്നു, ഇവിടെ തന്നെ, ഈ ജന്മത്തിൽ തന്നെ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഥകളൊക്കെ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ കർമ്മങ്ങളും ഈശ്വരൻ പ്രസാദിക്കാനാവട്ടെ. ആരാണ് ഈശ്വരൻ അതറിയണം. ഏതെങ്കിലും പ്രത്യേക ക്ഷേത്രത്തിൽ മാത്രം കുടികൊള്ളുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക മൂർത്തി മാത്രമല്ല. എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ആവിർഭവിച്ചത്, ഏതൊരുവനിലാണോ ഈ പ്രപഞ്ചം മുഴുവൻ കുടികൊള്ളുന്നത്, നിലനിൽക്കുന്നത്, അതാണ് ഈശ്വര തത്വം. ആ ഈശ്വരനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ധ്രുവചരിതം എന്ന കഥയിലേക്ക് കടക്കാം. മൈത്രേയ ഉവാച സനകാദ്യ നാരദശ്ച ഋഭുർഹംസോരുണിർയതിഃ നൈതേ ഗൃഹാൻ ബ്രഹ്മസുതാഃ യാവസൻ ഊർധ്വരേതസഃ. ബ്രഹ്മാവിൻ്റെ പുത്രന്മാരെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഇങ്ങനെ വംശപരമ്പരകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? ബ്രഹ്മപുത്രന്മാരായിട്ടുള്ള പ്രജാപതിമാർ, അവര് കർദമ പ്രജാപതിയുടെ 9 പെൺമക്കളെ വിവാഹം കഴിച്ചത്, അതുപോലെ മനുവിൻ്റെ പുത്രന്മാർ എല്ലാവരെയും സൂചിപ്പിച്ചു. സ്വയംഭുവ മനുവിൻ്റെ മകളായ പ്രസൂതിയുടെ ചരിത്രം പറഞ്ഞ്, ആ പ്രസൂതിക്കുണ്ടായ 16 മക്കളുടെ കാര്യം പറഞ്ഞ്, അതിലവസാനത്തെ സതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സതിക്ക് മക്കളുണ്ടായില്ല, സതി അകാലത്തിൽ ദേഹത്യാഗം ചെയ്തു എന്നുള്ള കഥ പറഞ്ഞതായിട്ടുള്ള സന്ദർഭത്തിലാണ് അതെന്താ കാരണം, എങ്ങനെയാണ് സതി ദേഹത്യാഗം ചെയ്യാനിടയുണ്ടായത് എന്നുള്ള വിതുരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഭഗവാനും മഹാദേവനും ദക്ഷനും തമ്മിലുണ്ടായ ആ ഒരു ചെറിയ ഒരു മത്സരം, ദക്ഷന് മഹാദേവനോട് തോന്നിയതായിട്ടുള്ള ആ ഒരു മത്സരത്തെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ദക്ഷയാഗ പരമ്പര കഥ വർണ്ണിച്ചത്. വീണ്ടും പ്രകൃതത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് പറയാം. ഒരു ശാഖാചംക്രമണം കഴിഞ്ഞ് തിരിച്ച് മുഖ്യശാഖയിൽ മുഖ്യകാണ്ഡത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് കഥ, അല്ലേ? ഒരു
വൃക്ഷത്തിലേക്ക് കയറിപ്പോകുമ്പോൾ അതിൽ നിന്ന് ശാഖകളിലേക്ക് പോയി തിരിച്ച് വീണ്ടും വന്ന് അടുത്ത ശാഖയിലേക്ക് പോകും പോലെ ഇവിടെ തിരിച്ചു വരികയാണ്. ബ്രഹ്മാവിൻ്റെ ചില പുത്രന്മാരുടെ കഥ പറഞ്ഞിരുന്നില്ല. അത് മൈത്രേയ മഹർഷി വിദുരന് പറഞ്ഞു കൊടുക്കുകയാണ്. മുമ്പ് ചില സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ അവയെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ മൈത്രേയ ഉവാച. മൈത്രേയൻ വിദുരനോട് പറയുന്നു, സനകാദ്യ നാരദശ്ച ഋപുർ ഹംസോ ആരുണിർയതി നൈതേ ഗൃഹാൻ ബ്രഹ്മസുതാഃ ആവസൻ ഊർധ്വരേതസഃ. സനകാദ്യാഹ, സനകാദ്യാഹ എന്ന് പറഞ്ഞാൽ സനകൻ മുതലായ 4 പേർ. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, ഇങ്ങനെ അറിയപ്പെടുന്ന 4 പേരാണ് സനകാദികൾ എന്ന് മൊത്തത്തിൽ പറയപ്പെടുന്ന കുമാരന്മാർ. അവർ കുമാര അവതാരമാണ് ഭഗവാന്റെ, അല്ലെ? കൗമാരം എന്നുള്ള അവതാരമാണ്. കൗമാരം സർഗമാശ്രിത എന്ന് പ്രഥമ സ്കന്ധത്തിൽ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുന്നു. ഭഗവാന്റെ അംശഭൂതന്മാരാണ് അവർ. അപ്പൊ അതുപോലെ തന്നെ 4 പേരും നാരദശ്ച, നാരദനും, നാരദൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. ബ്രഹ്മാവിന്റെ 10 പ്രജാപതിമാരുണ്ടായപ്പോൾ അതിൽ അവസാനത്തെ പുത്രനായിട്ടാണ് നാരദൻ ഉണ്ടായത്. ബ്രഹ്മാവിന്റെ മടിയിൽ നിന്നാണ്, ഉത്സംഗത്തിൽ നിന്നാണ് നാരദൻ ഉണ്ടായത്. അതുപോലെ ഋഭു എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു ഋഷി, ഹംസൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഋഷി, ആരുണി എന്ന് പറഞ്ഞ ഒരു ഋഷി, യതി, ഇവരൊക്കെ ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ്. പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മപുത്രന്മാരായിട്ടുള്ള ഇവർ 9 പേര്, സനകാദികൾ 4 പേര്, നാരദൻ 5-മൻ, ഋഭു 6-മൻ, ഹംസൻ 7, ആരുണി 8, യതി 9. ഈ 9 പേര് അവര് നൈതേ ഗൃഹാൻ ബ്രഹ്മസുതാഹ ആവസൻ ഊർധ്വരേതസ്. അവരെ ബ്രഹ്മസുതാഹ എന്നിവിടെ പറഞ്ഞിരിക്കണം. ബ്രഹ്മപുത്രന്മാരാണ് ഇവര്, ബ്രഹ്മസുതാഹ. ഏതേ, നൈതേ എന്നുള്ളത് ന ഏതേ ആണ്. ഏതേ എന്ന് പറഞ്ഞാൽ ഇവര് ഗൃഹാൻ ന ആവസൻ. ആ ന എന്നുള്ളത് ഇവിടേക്കാണ് എടുക്കുന്നത്. ന ആവസൻ, വസിച്ചില്ല, ഗൃഹങ്ങളിൽ വസിച്ചില്ല. എന്തുകൊണ്ട്? ഊർധ്വരേതസഹ. ഊർധ്വരേതസഹ എന്ന് പറഞ്ഞാൽ അവരുടെ യോഗ സിദ്ധി കൊണ്ട് രേതസിന്റെ ഗതി ഊർധ്വ ഭാഗത്തേക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരുടെയും രേതസ് താഴോട്ടൊഴുകുമ്പോൾ ഇവരുടെ വീര്യം മുകളിലോട്ട് മൂർധാവിലേക്ക് പ്രവഹിക്കുന്നവരായിരുന്നു. എന്ന് വെച്ചാൽ എപ്പോഴും നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട്, തത്വചിന്ത ചെയ്തുകൊണ്ട് അതിലേക്ക് മാത്രം ജീവിതം സമർപ്പിച്ചവരായിരുന്നു. ആത്മവിചാരം ചെയ്തുകൊണ്ട് ആത്മനിഷ്ഠന്മാരായിരുന്നു. അവർക്ക് ലോകവിഷയങ്ങളിലൊന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ലോകവിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാകുമ്പോഴാണ് അവരുടെ രേതസിന്റെ ഗതി താഴോട്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ഊർധ്വരേതസ്സുകളായ ഇവര് ഗാർഹസ്ഥ്യ ധർമ്മങ്ങളെ സ്വീകരിച്ചില്ല, നൈഷ്ഠിക ബ്രഹ്മചാരിമാരായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിവൃത്തി നിരതന്മാരായിരുന്നു എന്ന് മറ്റൊരു ഭാഷയിൽ പറയാം. ഈ ലോകത്ത് 2 തരം ജീവന്മാരാണുള്ളത്, 2 സ്വഭാവക്കാരായിട്ടുള്ളവരാണുള്ളത്. അവർക്ക് 2 പേർക്കും 2 തരം ഗതിയാണ് ശാസ്ത്രങ്ങൾ, വേദങ്ങളിൽ വിധിച്ചിട്ടുള്ളത്. ഭഗവാൻ ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട് 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്ത മയാ അനഘ. അർജുനനോട് പറയണ ഭഗവാൻ, ഹേ അനഘ,
പാപരഹിതനായ അർജുന, നിഷ്കളങ്കനായ അർജുന, സത്യസന്ധനായ അർജുന, ഈ ലോകത്തിൽ ദ്വിവിധാ നിഷ്ഠ, രണ്ട് പ്രകാരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ. നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഉറച്ച സ്ഥിതി, ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെ നിഷ്ഠ. നിതരാം സ്ഥിതി ഇതി നിഷ്ഠ. അപ്പൊ അവരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ആ സ്ഥിതി ഉണ്ടാകുന്നത്, അവരുടെ നിശ്ചയമാണത്. ചില ആളുകളെ നമ്മൾ എത്ര നിർബന്ധിച്ചാലും അവർ വിവാഹം കഴിക്കാൻ സന്നദ്ധരാവില്ല, അവർക്ക് അതിലൊരു താല്പര്യവും ഇല്ല, അത് അവരുടെ സ്വഭാവമാണ്. ചില ആളുകൾ അതിനു വേണ്ടി തന്നെ ജനിച്ചവരാണ്, അവരെ വിവാഹം കഴിക്കാൻ യോഗ്യതയൊന്നും ഇല്ലെങ്കിലും ആർക്കും അവരെ വേണ്ടെങ്കിൽ പോലും അവർ തെരഞ്ഞുകൊണ്ടേ നടക്കും. അങ്ങനെ രണ്ട് സ്വഭാവക്കാരാണ്. ആ സ്വഭാവത്തിൽ നിന്നാണ് ആ നിഷ്ഠയുണ്ടാവുന്നത്, ഉറച്ച സ്ഥിതി, നിശ്ചയമുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ, വേദങ്ങളിലൂടെ പുരാ പണ്ട് തന്നെ മയാ പ്രോക്ത, എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട്. വേദങ്ങളിൽ ഇതെല്ലാം ഉപദേശിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെ എന്നാണ് നമ്മുടെ സങ്കല്പം. ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങളാണ് വേദങ്ങൾ. അത് പിന്നെ ഋഷീശ്വരന്മാർ ഏറ്റെടുത്തു, അവർ ദർശിച്ചു ഭഗവാന്റെ ഇച്ഛ എന്താണ്, ഭഗവാൻ എന്താണ് നമ്മൾക്ക് ഉപദേശിക്കുന്നത് എന്ന് ഭഗവാനിൽ നിന്ന് ഭഗവാന്റെ അരുളപ്പാടുകൾ ഋഷീശ്വരന്മാർ അവരുടെ ധ്യാനത്തിന്റെ മൂർധന്യാവസ്ഥയിൽ മനസ്സിലാക്കി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതാണ് പിന്നീട് ഉപനിഷത്തുക്കളിലും വേദങ്ങളിലും മന്ത്രങ്ങളായി തന്നിരിക്കുന്നത്. മന്ത്രദ്രഷ്ടാക്കളാണ് ഋഷീശ്വരന്മാർ, അവർ മന്ത്രസൃഷ്ടാക്കളല്ല, മന്ത്രകർത്താക്കളല്ല. ഭഗവാന്റെ മന്ത്രണം അവർ ദർശിച്ചു. ഭഗവാൻ നമ്മളോട് മന്ത്രിക്കുന്നത്, ഉപദേശിക്കുന്നത് അവർ കണ്ടെത്തി, ഡിസ്കവർ ചെയ്തു. അവർ ചെയ്തത് വെറും ഡിസ്കവറി മാത്രമാണ്, ഇൻവെൻഷൻ അല്ല. ഭഗവാനാണ് ഇതെല്ലാം നമുക്ക് വേണ്ടി ഉപദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഭഗവാൻ പുരാ പ്രോക്ത എന്ന് പറയുന്നത്. എന്നാൽ പണ്ടേ പറയപ്പെട്ടു, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഇവിടെ സാഖ്യന്മാരെന്ന് പറഞ്ഞാല് മനസ്സുകൊണ്ട് വിരക്തന്മാരായി സന്യാസ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ, ലോകവിഷയങ്ങളിലൊന്നും ആസക്തിയില്ലാതെ ബഹിർമുഖരല്ലാതെ അന്തർമുഖത്വം ശീലിച്ചിട്ടുള്ളവർ, എപ്പോഴും വിചാരശീലന്മാരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവരെയാണ് സാഖ്യന്മാരെന്ന് പറയുന്നത്. സംഖ്യായതേ ഇത് സാഖ്യ, കാര്യങ്ങളെ എണ്ണി എണ്ണി വിലയിരുത്തുന്നവർ, കാര്യങ്ങളെ വ്യക്തമായി അറിയുന്നവർ, വിവേകികൾ എന്നൊക്കെ അർത്ഥാണ് സാഖ്യ ശബ്ദത്തിന്. അപ്പോൾ സാഖ്യാനാം ജ്ഞാനയോഗ, ജ്ഞാനയോഗം വിചാരയോഗം, വിചാരം ചെയ്ത് ആത്മവിചാരം ചെയ്ത് ആത്മസ്വരൂപത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ് അവർ നേടുന്നത്. അപ്പോൾ സാഖ്യാനാം ജ്ഞാനയോഗ കർമ്മയോഗേന യോഗിനാം. അവിടെ യോഗി ശബ്ദത്തിന് കർമ്മയോഗികൾ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ബഹിർമുഖന്മാരായിട്ടുള്ളവർ, ലോകവിഷയങ്ങളിൽ ആസക്തിയുള്ളവർ, ജീവിതത്തിൽ പലതും നേടണമെന്ന ആഗ്രഹമുള്ളവർ, അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് കർമ്മയോഗം. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തോളൂ, അതെല്ലാം ധാർമ്മികമായ മാർഗത്തിലൂടെ നേടിയെടുക്കൂ. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഈശ്വര അർപ്പണമാക്കി ചെയ്തുകൊണ്ട് ലഭിക്കുന്നതിനെ ഈശ്വര പ്രസാദ രൂപത്തിൽ സ്വീകരിച്ചോളൂ എന്നാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് കേൾക്കാതെ പലരും താന്തോന്നികളായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കർമ്മയോഗമാവണമെങ്കിൽ ശാസ്ത്രം പറഞ്ഞതുപോലെ ധാർമ്മികമായും അവരവരുടെ റോൾ അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായും ചെയ്യുമ്പോൾ അത് കർമ്മയോഗം. അല്ലാതെ വെറുതെ കർമ്മം ചെയ്താൽ കർമ്മയോഗമാവില്ല. അപ്പൊ അങ്ങനെ ശാസ്ത്രങ്ങൾ രണ്ട് വിധിയാണ്, രണ്ടു തരം വഴികളാണ് ലോകത്തിന് വിധിച്ചിട്ടുള്ളത്. ഒന്ന് ജ്ഞാനയോഗം, മറ്റൊന്ന് കർമ്മയോഗം. ആ ജ്ഞാനയോഗത്തിന് നിവൃത്തി മാർഗം എന്നും കർമ്മയോഗത്തിന് പ്രവൃത്തി മാർഗം എന്നും പറയുന്നു. ആ നിവൃത്തി മാർഗത്തെ സ്വീകരിച്ചവരാണ് ഈ പറഞ്ഞ നൈഷ്ഠിക ബ്രഹ്മചാരിമാരായിട്ടുള്ള ഈ 9 പേരുടെ പേര് പറഞ്ഞവർ. ഇനിയും അനേകം പേര്
ഭാഗവതത്തിൽ തന്നെ വരും. ഇവിടെ ഇപ്പോൾ തൽക്കാലം ബ്രഹ്മാവിന്റെ നേരിട്ടുള്ള പുത്രന്മാരുടെ കാര്യമാണ് പറയുന്നത്. ബ്രഹ്മപുത്രന്മാരായിട്ടുള്ള ഈ 9 പേര് ഊർധ്വരേതസ്സുകളായിരുന്നു. അവർക്ക് ലൗകിക വിഷയങ്ങളിലൊന്നിലും ഒരു രുചിയും ഉണ്ടായിരുന്നില്ല, ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അന്തർമുഖരായിരുന്നു. അവര് ഗൃഹങ്ങളിൽ വസിച്ചില്ല, ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചില്ല. എപ്പോഴും ബ്രഹ്മവിചാരം ചെയ്തുകൊണ്ട് അന്തർമുഖരായിരുന്നു, താപസന്മാരായിരുന്നു. മറ്റേ ദക്ഷനടക്കമുള്ള പ്രജാപതിമാരുടെ കഥകളൊക്കെ മുമ്പേ പറഞ്ഞതോ, ആ പ്രജാപതിമാരെന്ന് പറഞ്ഞാല് ഗൃഹസ്ഥധർമ്മം സ്വീകരിച്ചവരായിരുന്നു. ഇപ്പൊ വസിഷ്ഠനാകട്ടെ, അത്രിയാകട്ടെ, പുലഹനാകട്ടെ, പുലസ്ത്യനാകട്ടെ, ക്രതു ആകട്ടെ, ഇവരൊക്കെ പ്രജാപതിമാരാണ്. അവരെയും നമ്മൾ ഋഷീശ്വരന്മാരെന്ന് വിളിക്കുന്നു. പക്ഷെ അവരാരല്ല? സന്യാസിമാരല്ല. ഈ താടി വെച്ചവരെയൊക്കെ സന്യാസിമാരെന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. അവര് ജ്ഞാനം കൊണ്ട് സന്യാസം ഉള്ളവരാണ്, വാസ്തവം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ വ്യവഹാര ഭാഷയിലെ സന്യാസി എന്ന് പറഞ്ഞാല് ലൗകികമായിട്ടുള്ള കർമ്മങ്ങൾ വെടിഞ്ഞവൻ എന്നാണ്. സ്വന്തം ഭാര്യ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളെയല്ല അവിടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഇന്നത്തെ സന്യാസി എന്ന് പറയുന്നത്. ലൗകികമായിട്ടുള്ള സ്വന്തം സ്വാർത്ഥത കൊണ്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ വെടിഞ്ഞവനാണ്. കർമ്മങ്ങളെ സന്യസിച്ചവൻ സന്യാസി. ലോകസംഗ്രഹത്തിന് വേണ്ടി ചിലപ്പോ അങ്ങനെയുള്ള സന്യാസിമാർ പ്രവർത്തിച്ചു എന്നും വരാം. അവർക്ക് സ്വന്തം അജണ്ടകളില്ല, സ്വാർത്ഥ താല്പര്യങ്ങളില്ല. സ്വന്തം തടി നന്നാക്കാനോ തന്റെ തടിയെ സുഖിപ്പിക്കുന്ന ഭാര്യ മക്കളെ സുഖിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല അവർ എന്തെങ്കിലും ചെയ്യുന്നത്. അവർക്ക് ലോകസംഗ്രഹം, ലോകത്തിന് ഉപകാരം ചെയ്യുക, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ച സന്യാസിമാരാണ് ശങ്കരാചാര്യരെ പോലെയുള്ളവർ, വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ളവർ, ചിന്മയാനന്ദ സ്വാമികളെ പോലെയുള്ളവർ, നമ്മുടെ ഗുരുനാഥൻ ദയാനന്ദ സ്വാമിജിയെ പോലെയുള്ളവർ, അങ്ങനെ മഹാത്മാക്കളൊക്കെ. അവരുടെ പാതയാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പൊ വസിഷ്ഠനൊക്കെ സന്യാസിയായിരുന്നോ ചോദിച്ചാൽ അല്ലേ അല്ല. നമ്മൾ പലപ്പോഴും കൂട്ടിക്കെട്ടാറുണ്ട്, അറിവില്ലായ്മ കൊണ്ട് എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് പറയും. അവർ പ്രജാപതിമാരായിരുന്നു. ഭാര്യാസമേതന്മാരായി പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട്, ദക്ഷിണകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവര് വളരെ ജ്ഞാനികളായിരുന്നതുകൊണ്ട് ഇന്നത്തെ ആളുകളെ പോലെ ധൂർത്തന്മാരോ തോന്നിയവാസികളോ അധർമ്മികളോ ആയിരുന്നില്ല. നല്ല ഉത്തമമായിട്ടുള്ള ഗൃഹസ്ഥ ജീവിതം നയിച്ചവരായിരുന്നു. ധാർമ്മികമായി അവർക്ക് കിട്ടിയ സമ്പത്തിനെ അവര് മറ്റുള്ളവർക്കും വിനിയോഗം ചെയ്തു. അതാണ് ഗൃഹസ്ഥൻ ചെയ്യേണ്ടത്. ഓരോ ഗൃഹസ്ഥരും വസിഷ്ഠനെ കണ്ടുപഠിക്കണം, അത്രിയെ കണ്ടുപഠിക്കണം, പുലഹനെ കണ്ടുപഠിക്കണം, പുലസ്ത്യനെ കണ്ടുപഠിക്കണം. ഗൃഹസ്ഥന്മാർക്കുള്ള മാതൃകകളാണ് അവര്. കുചേലനൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തേണ്ടതാണ്. കുചേലൻ ഉത്തമ ഗൃഹസ്ഥനാണ്. അവരൊക്കെ മാതൃകകളാണ്, നല്ല പ്രജാപതിമാരാണ് അവർ. ഗൃഹസ്ഥന്മാർക്കുള്ള മാതൃകകളാണ്, സന്യാസിമാർക്കുള്ള മാതൃകകളല്ല. സന്യാസിമാർക്കുള്ള മാതൃകകൾ ശങ്കരാചാര്യരെ പോലെയുള്ളവരോ ശുഗനെ പോലെയുള്ളവരോ നാരദനെ പോലെയുള്ളവരോ. നാരദൻ നോക്കൂ, നാരദൻ ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു അജണ്ടയുമില്ല, അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഇല്ല, അദ്ദേഹത്തിന് സമ്പാദ്യം വേണ്ട. പക്ഷേ നാരദൻ വെറുതെ ഇരുന്നുണ്ടോ? ഒരു നിമിഷം പോലും വെറുതെ ഇരുന്നിട്ടില്ല. വളരെ ഊർജസ്വലനായി ഭഗവാന്റെ സേവയിൽ ലോകത്തെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് വ്യഗ്രതയോടെ കരുണയോടെ എവിടെയൊക്കെ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, അവിടെയൊക്കെ എത്തി. എവിടെയൊക്കെ ആളുകൾ പാപം ചെയ്യുന്നുണ്ട്, അവരെ ആ പാപത്തിൽ നിന്ന് ആക്കാൻ വേണ്ടി കലഹത്തിലൂടെയാണെങ്കിലും ശാപത്തിലൂടെയാണെങ്കിലും ഉപദേശത്തിലൂടെയാണെങ്കിലും ഏത് രീതി സ്വീകരിച്ചിട്ടാണെങ്കിലും അവരുടെ അപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കരകയറ്റാനായിക്കൊണ്ട് പരിശ്രമിച്ച ഒരു ഗുരുവര്യനാണ് നാരദൻ. ലോകസംഗ്രഹത്തിന് വേണ്ടി ഓടി നടന്ന് പണിയെടുത്ത ഒരു ഗുരുവര്യനാണ്, ആചാര്യനാണ് നാരദൻ. നാരം ആത്മവിഷയം ജ്ഞാനം ദദാതീതി നാരദ. ആത്മാവിനെ സംബന്ധിച്ച ജ്ഞാനം നൽകുന്നവനെയാണ് നാരദൻ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ നാരദന്മാരാണ്. ഈ സന്യാസിമാരിപ്പോ ഓടി നടന്ന് പണിയെടുക്കുന്ന, ധർമ്മപ്രചാരണം ചെയ്യുന്ന
ഇപ്പൊ സന്യാസി വേഷം കെട്ടിയിരിക്കുന്ന ഞങ്ങളൊക്കെ ആരാണ്? നാരദന്മാരാണ്. ഭഗവാന്റെ മഹിമ പറഞ്ഞും ആളുകളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തും അവരെ നേരായ വഴിയിലേക്ക് നയിച്ച നാരദന്റെ പിൻഗാമികളാണ് ഞങ്ങളൊക്കെ. സന്യാസ ജീവിതം നയിച്ചുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ, സ്വന്തം കീശ വീർപ്പിക്കാനോ സ്വന്തം സുഖസൗകര്യങ്ങൾ വളർത്താനോ അല്ലാതെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ട് ഹൃദയം അലിഞ്ഞ് കരുണ കൊണ്ട് അവരെ സഹായിക്കാൻ, അവരെ കരകയറ്റാൻ വേണ്ടി ഓടി നടന്ന നാരദന്റെ പിൻഗാമികളാണ് ഇപ്പോഴും ധാരാളം സന്യാസിമാര് ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ചിന്മയാനന്ദ സ്വാമികൾ ഒരു നാരദനായിരുന്നു, ദയാനന്ദ സ്വാമികൾ ഒരു നാരദനായിരുന്നു. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ചിദാനന്ദപുരി സ്വാമിജികൾ ഒരു നാരദനാണ്. മഹാത്മാക്കളൊക്കെ നാരദന്മാരാണ്. സംസാരികളെ കരകയറ്റാൻ വേണ്ടി ഓടി നടക്കുന്നവരാണ്. അപ്പൊ സന്യാസിയും ഗൃഹസ്ഥനും അഥവാ പ്രജാപതിയും ബ്രഹ്മചാരിയായിരിക്കുന്ന, നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കുന്ന, സന്യാസ ജീവിതം നയിക്കുന്ന ഋഷിമാരെയും തമ്മിൽ വേർതിരിച്ച് അറിയണം. നമ്മൾ വസിഷ്ഠനെയും പുലഹനെയും പുലസ്ത്യനെയും സന്യാസിമാരുടെ കൂട്ടത്തിലല്ല കൂട്ടേണ്ടത്. അവർ പ്രജാപതിമാരാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ സന്യാസിമാര് സനകാദ്യാഹ നാരദശ്ച ഋപുർഹംസോ ആരുണിർയതിഹി നൈതേ ഗൃഹാൻ ബ്രഹ്മസുതാഹ യാവസൻ ഊർധ്വരേതസഃ. അപ്പോ എന്താ പറയുക, ഭാര്യാ സ്വീകാരം എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ളൊരു വിധിയല്ല വേദങ്ങളിൽ വിധിച്ചിരിക്കുന്നത്. അതില് എക്സംഷൻസ് ആണ്. വിരക്തി വന്നിട്ടുള്ളവർക്ക് ഭാര്യമാര് വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കഴിച്ചാലും ഏത് നിമിഷം അവർക്ക് വിരക്തി വന്നുവോ അപ്പോ ഉപേക്ഷിക്കുവാനുള്ള ലൈസൻസും വേദം കൊടുത്തിട്ടുണ്ട്. യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത്. ഏത് ദിവസം നിങ്ങൾക്ക് വിരക്തി വന്നുവോ അന്ന് തന്നെ ഉപേക്ഷിച്ചോളൂ, അന്ന് തന്നെ പരിവ്രാജനം ചെയ്തോളൂ എന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു ഭാര്യയോട് പ്രത്യേക അനിഷ്ടം വന്നു കഴിഞ്ഞാൽ അവളെ ഉപേക്ഷിച്ചിട്ട് അടുത്ത ഭാര്യയെ അന്വേഷിച്ച് നടക്കലല്ല. ഒരാളോട് അതൃപ്തി തോന്നി അയാളെ ഉപേക്ഷിക്കുക. ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജ. അന്ന് തന്നെ ഉപേക്ഷിച്ചിട്ട് പോകാം, എന്നിട്ട് അടുത്ത ആളെ നോക്കാനല്ല. ഇവിടെ വിരജേത് എന്ന് പറഞ്ഞത് വൈരാഗ്യം പൂർണ്ണമാവുക. തനിക്കിന്നി ഈ ഗൃഹസ്ഥ ജീവിതത്തില്, വൈവാഹിക ജീവിതത്തില് യാതൊരു ദാമ്പത്യ സുഖവും അനുഭവിക്കാനില്ല, സന്തതികളിൽ നിന്നുള്ള സുഖങ്ങൾ അനുഭവിക്കാനില്ല, മറ്റ് യാതൊരു ലക്ഷറീസിലും തനിക്ക് താല്പര്യമില്ല, അർത്ഥകാമങ്ങൾ തനിക്ക് ആവശ്യമില്ല. അങ്ങനെ ബോധ്യം വരണം. അർത്ഥകാമങ്ങളിൽ പൂർണ്ണമായി വിരക്തി വരണം. അതാണ് വൈരാഗ്യം. അതാണ് വിരജേത് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ ഒരു പ്രത്യേക വ്യക്തിയോട് വൈരാഗ്യം ഉണ്ടാവലല്ല. ഏതെങ്കിലും ഒരു ഭാര്യയെ മടുത്ത് അതിനെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോവുകയല്ല. ഇവിടെ ഭാര്യയോടല്ല അവിടെ വെറുപ്പ്, തനിക്ക് ലോക വിഷയങ്ങളോട് തന്നെയുള്ള വിരക്തിയാണ് മുഖ്യം. അല്ലാതെ ഭാര്യയുടെ ഉപദ്രവം കൊണ്ട്, സ്വൈരക്കേട് കൊണ്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് എവിടേക്കെങ്കിലും നാട് വിട്ട് കാവ്യം ധരിച്ച് നടന്നാൽ പിന്നെ വേറെ എവിടെയെങ്കിലും ആരെങ്കിലും സെറ്റപ്പ് ആയാൽ അവിടെ കൂടും, വീണ്ടും ഗൃഹസ്ഥൻ തന്നെ ആവും. അതല്ല അവിടെ ശാസ്ത്രം പറഞ്ഞത്. അങ്ങനെയൊക്കെ സംഭവിക്കും, ലോകത്തിൽ സംഭവിക്കും. അത് ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ച്. അവരുടെ വൈരാഗ്യം വരാതെ പോയവരാണ് അവര്, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ശ്മശാന വൈരാഗ്യം, പ്രസവ വൈരാഗ്യം, ശൃഗാല വൈരാഗ്യം എന്നൊക്കെ പറയും. ശ്മശാന വൈരാഗ്യം എന്ന് പറഞ്ഞാല് നമ്മൾ ആരെങ്കിലും മരിച്ച് നമ്മൾ ശ്മശാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചിതകൾ കത്തി എരിയുന്നത് കാണുമ്പോൾ, ഈ നമ്മൾ കൊണ്ടുപോയ മൃതശരീരവും കത്തി ചാമ്പലാകുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ജീവിതത്തെ കുറിച്ചിട്ടുള്ള മൊത്തത്തിലൊരു
എന്താ പറയുക, നൈരാശ്യം അല്ലെങ്കിൽ അതിലുണ്ടാകുന്നൊരു തൽക്കാല വിരക്തി, ഇത്രയേ ഉള്ളൂ ജീവിതം എന്നിങ്ങനെ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന തൽക്കാല വൈരാഗ്യത്തിനാണ് ശ്മശാന വൈരാഗ്യം എന്ന് പറയുന്നത്. ശ്മശാനത്തിൽ ചെല്ലുമ്പോൾ മാത്രമുള്ള വൈരാഗ്യം. അതൊന്ന് പുറത്ത് വന്നു കഴിഞ്ഞാലോ, ആരെങ്കിലും ദഹിപ്പിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നവർ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ഹോട്ടൽ എവിടെയാണെന്നാണ് നോക്കുന്നത്. ഏറ്റവും നല്ല ഭക്ഷണം എവിടെയാ കിട്ടുക, ഉടനെ അടുത്ത അതിലേക്ക് കയറുകയാണ്. ചിലർ കുളിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. അത് വൈരാഗ്യമല്ല. അവിടെ കഴിഞ്ഞു, ശ്മശാനത്തിൽ കഴിഞ്ഞു അല്ലേ. നമ്മുടെ പാലക്കാട് തിരുവല്ലാമല ഐവർ മഠത്തില് പോയി കഴിഞ്ഞ ദിവസം 100 കണക്കിന് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നത് കാണാം. പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചുമരിൽ എഴുതിയും വെച്ചിട്ടുണ്ട്, ഇവിടമാണ് അധ്യാത്മ വിദ്യാലയം. ഇവിടമാണ് അധ്യാത്മ വിദ്യാലയം എന്ന് ചുമരിൽ അവിടെ മതിലിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. നല്ല ആത്മതത്വം പഠിപ്പിക്കുന്ന വിദ്യാലയം പോലെ അവിടെ ചെന്ന വിരക്തി വരും. അത് തൽക്കാലം മാത്രമേ ഉള്ളൂ. അത് ശ്മശാന വൈരാഗ്യം. അത് കഴിഞ്ഞ് വേറെ പ്രസവ വൈരാഗ്യം എന്ന് പറയും. അത് സ്ത്രീകൾക്കുണ്ടാകുന്നതാണ്. സ്ത്രീകള് പ്രസവിക്കുമ്പോൾ ആ പ്രസവ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ പ്രസവിച്ചിട്ടില്ല അല്ലേ. വന്ധ്യാനൈവ വിജാനാദി കുർവീം പ്രസവ വേദന. ആ ഗുരുതരമായ പ്രസവ വേദനയെ വന്ധ്യകൾക്ക് അറിയില്ല, ഞങ്ങളെ പോലെയുള്ള വന്ധ്യന്മാർക്കും അറിയില്ല എന്താണ് പ്രസവ വേദന എന്ന്. പ്രസവിച്ചവർക്കറിയാം, ശരീരം മുഴുവൻ നുറുങ്ങിപ്പോകുന്ന, നാഡീഞരമ്പുകളൊക്കെ അറ്റുപോകുന്ന, ഓരോ കോശവും വലിഞ്ഞു മുറുകുന്ന വല്ലാത്തൊരു വേദനയായിരിക്കും. ആ വേദന ഉണ്ടാകുമ്പോൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കും, ഇനി ഞാൻ ഈ പണിക്കില്ല എന്ന്. ഇനി ഞാൻ പ്രസവിക്കാനില്ല, ഗർഭം ധരിക്കാനില്ല എന്ന് മനസ്സിൽ ആ വേദന ഉണ്ടാകുമ്പോൾ തോന്നും. പക്ഷെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. പിന്നീടും 10ഉം 12ഉം 17ഉം 18ഉം പ്രസവിച്ചവരുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടി സ്മാർട്ടാണ്. അവര് ആദ്യം തന്നെ വയ്യ എന്നാ പറയണത്. ഒന്ന് പ്രസവിച്ച് നോക്കിയിട്ടല്ല, കേട്ടറിവിൽ നിന്ന് തന്നെ അവര് വേണ്ട എന്നാ പറയുന്നത്. അപ്പോൾ പ്രസവ വൈരാഗ്യം എന്ന് പറയും അതിന്. അതും തൽക്കാലം മാത്രമാണ്. ആ വേദന കൊണ്ടുള്ള തൽക്കാലമുള്ളൊരു വെറുപ്പ് അതിനോട്. മറ്റൊന്ന് ശൃഗാല വൈരാഗ്യം എന്ന് പറയും. ശൃഗാലൻ എന്ന് പറഞ്ഞാൽ കുറുക്കൻ. മുന്തിരിങ്ങ കിട്ടാതെ ചാടി കിട്ടാതായപ്പോ എന്ത് പറഞ്ഞു? പുളിക്കുമെന്ന്. ആ മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറഞ്ഞു പോയി അല്ലേ. കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറയുന്നതായിട്ടുള്ള ആ കുറുക്കന്റെ ഭാവം. അപ്പൊ തനിക്ക് കിട്ടാത്തത് പുളിക്കുന്നതാണ്, അതുകൊണ്ട് തനിക്ക് ഇഷ്ടമില്ല. ആരെങ്കിലും പറിച്ചു കൊടുത്താൽ ഈസിയായിട്ട് കിട്ടുകയാണെങ്കിൽ കഴിച്ചോളും. അപ്പൊ അതും കിട്ടാത്തത് കൊണ്ട് മാത്രമുള്ളതായിട്ടുള്ള വൈരാഗ്യം. ഇനി വേറെ ചിലർക്ക് മറ്റുള്ളവരുടെ പല ഉപദ്രവങ്ങളോ അങ്ങനെയുള്ള താൻ പ്രതീക്ഷിച്ചത് കിട്ടാതിരിക്കുമ്പോഴുള്ള നിരാശയോ അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള പല വൈരാഗ്യങ്ങളുണ്ടാവും. അതൊന്നും പെർമനന്റ് ആയിട്ടുള്ള വൈരാഗ്യമല്ല. യഥാർത്ഥ വൈരാഗ്യം പിന്നീട് അതേപോലെയുള്ള വിഷയത്തിൽ രുചി ഉണ്ടാവാനേ പാടില്ല, തിരിഞ്ഞു നോക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പൊ ധർമാർത്ഥ വിഷയങ്ങളിൽ അർത്ഥ കാമങ്ങളിൽ അല്പം പോലും താല്പര്യമില്ലാതെയാവുക. അർത്ഥം സമ്പാദിക്കണമെന്നോ സുഖങ്ങൾ അനുഭവിക്കണമെന്നോ ഉള്ള ആ താല്പര്യം ഇല്ലാതിരിക്കലാണ് ശരിയായ വൈരാഗ്യം. അങ്ങനെ വൈരാഗ്യം വരുമ്പോഴാണ് ഗൃഹസ്ഥനും എപ്പോൾ വേണമെങ്കിൽ സന്യസിക്കാം. ആ വൈരാഗ്യം പൂർണ്ണമായാൽ ശരിക്കും ഉള്ളിലുള്ള ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോക്ഷേച്ഛ കൊണ്ട് മുമുക്ഷുത്വം കൊണ്ട് വന്ന വൈരാഗ്യമാണെങ്കിൽ, തലയ്ക്ക് തീപിടിച്ച പോലെ ഉള്ളതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, ഈ ജ്ഞാനം സമ്പാദിക്കാൻ അല്ലെങ്കിൽ ഈ മോക്ഷം നേടാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന് തനിക്ക് തടസ്സമാണ് ഈ
താൻ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾ, അതിൽ നിന്ന് തനിക്ക് തൽക്കാലം എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ച്, എല്ലാ കർത്തവ്യങ്ങളും ഉപേക്ഷിച്ച്, ഒരു കർത്തവ്യവുമില്ല എന്നുള്ളതായിട്ടുള്ള ഒരു രീതിയിൽ സ്വതന്ത്രനാവണം എന്ന് ഉള്ള തോന്നലാണ് യഥാർത്ഥ വൈരാഗ്യം. അങ്ങനെ വൈരാഗ്യം വന്നാൽ ഗൃഹസ്ഥൻ ഏതവസ്ഥയിലും ഏത് പ്രായത്തിലും സന്യസിക്കാനുള്ള സ്വാതന്ത്ര്യം ശാസ്ത്രം കൊടുത്തിട്ടുണ്ട്. കാരണം മനുഷ്യജന്മം ഈ ഒരു ജ്ഞാനം നേടി മോക്ഷം നേടാനുള്ളതാണ്. അത് എപ്പോഴാണോ അയാൾ പാകമാകുന്നത് അപ്പോൾ അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മോക്ഷമാണ് പരമപുരുഷാർത്ഥം. ആ പരമപുരുഷാർത്ഥം നേടാൻ എപ്പോൾ അയാൾ സജ്ജനാകുന്നുവോ, എപ്പോൾ അയാൾ യോഗ്യനാകുന്നുവോ അപ്പോൾ അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അതിനപ്പോൾ സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും കാരണം കൊണ്ട് മരണം സംഭവിക്കുകയോ വേറെന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ അതിന് തടസ്സം വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം പൂർണ്ണമായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇപ്പോൾ പാകമായിരിക്കുന്നു. എന്താ പറയുക, നല്ല വെയിലുള്ളപ്പോൾ വൈക്കോല് ഉണക്കണം എന്ന് പറയില്ലേ? ഉണക്കണമെങ്കിൽ നല്ല വെയിൽ വേണം എന്നതുപോലെ നല്ല വൈരാഗ്യം കൊണ്ട് പാകം വന്നിരിക്കുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഗുരുവിനെ സമീപിച്ച് ആ ഗുരുവിൽ നിന്നുള്ള ഉപദേശം തൻ്റെ ഉള്ളിലേക്ക് വിതച്ചാൽ അത് വേഗം ഫലിക്കും, പ്രയോജനപ്പെടും. അപ്പൊ അതിനാണ് ഈ ശാസ്ത്രങ്ങള് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് കടന്നു പറഞ്ഞു വെച്ചിരിക്കുന്നത്. എല്ലാ ധർമ്മങ്ങളെയും എല്ലാ ഐഡന്റിറ്റികളെയും വലിച്ചെറിഞ്ഞു വന്നോളൂ. ധർമ്മം എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റികളാണ്, നമ്മുടെ റോളുകളാണ്, നമ്മുടെ ഡ്യൂട്ടീസാണ്. റോളുകൾക്കനുസരിച്ചാണ് ഡ്യൂട്ടീസ്. അപ്പോൾ നമ്മുടെ ജാതി, നമ്മുടെ കുലം, നമ്മുടെ എന്താ പറയുക വംശം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം, വർണ്ണം, ആശ്രമം മുതലായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളെയും എല്ലാ ഐഡന്റിറ്റികളെയും അഴിച്ചു കളഞ്ഞ് ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ആ തദ് ബ്രഹ്മത്വം അസി ഇതി ആത്മനി ഭാവയ. ആ ബ്രഹ്മമാണ് നീയെന്ന് ആത്മാവിൽ നിരന്തരം ഭാവന ചെയ്യൂ. ഏതൊന്നും അല്ല അതിൽ നിന്ന്, അത് നീ എന്തൊക്കെയാണെന്ന് ഇതുവരെ ധരിച്ചിരുന്നുവോ അതിൽ നിന്നൊക്കെ വിലക്ഷണമായിട്ടുള്ളതാണ്. ജാതി നീതി കുല ഗോത്ര ദൂരകം, അതിൽ നിന്നൊക്കെ ദൂരെ ഗമിച്ചിരിക്കുന്നത്, അതിനൊക്കെ അതീതമായിരിക്കുന്നത് നാമരൂപ ഗുണ ദോഷ വർജിതം ദേശകാല വിഷയാദിവർത്തി യത് തദ് ബ്രഹ്മ ത്വമസീതി ആത്മനി ഭാവയ. ആ ബ്രഹ്മമാണ് നീയെന്ന് നിന്റെ ഉള്ളിൽ നീ നിരന്തരം ഭാവന ചെയ്യൂ എന്നാണ് ഗുരു ഉപദേശിക്കുന്നത്. തത്വമസി തത്വമസി എന്ന്. അപ്പൊ അത് ഉറയ്ക്കണമെങ്കിൽ അതല്ലാത്തതൊക്കെ വിട്ടുപോകണം. കക്ഷത്തിലിരിക്കുന്നത് വിടൂല്ല, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കും വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ കക്ഷത്തിലുള്ളത് വിട്ടാലേ ഉത്തരത്തിലുള്ളത് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഇവിടെ സന്യാസം കൊണ്ട് മോക്ഷത്തിന് അർഹനായിത്തീരുന്നത്. അപ്പൊ അത് വിധിച്ചിട്ടുണ്ട്, ശാസ്ത്രം അനുവദിച്ചിട്ടുണ്ട്. കാരണം ശാസ്ത്രപ്രകാരം മനുഷ്യജന്മത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ ഒരു മോക്ഷം നേടലാണ്. അല്ലാതെ എന്നും കെട്ടുപെട്ട് കിടക്കാൻ കരുണാമയിയായ ശ്രുതി മാതാവ് സമ്മതിക്കുന്നില്ല. നമ്മൾ എന്നും ബന്ധനസ്ഥരായി ധർമ്മത്തിന്റെ പേരിൽ ബന്ധനത്തിൽ കിടക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്ന് പാകമായോ അന്ന് വിട്ടോളൂ എന്ന് അനുവാദം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് അധർമ്മമല്ല, അതാണ് ശരിയായ ധർമ്മം. ഇതാണ് നമ്മൾ ഈ സന്യാസം, നൈഷ്ഠിക ബ്രഹ്മചര്യം മുതലായ കാര്യങ്ങളിൽ മനസ്സിലാക്കണം. ഇനി ഗൃഹസ്ഥൻ എപ്പോഴാണ് സന്യസിക്കേണ്ടത്, എപ്പോഴാണോ വൈരാഗ്യം പൂർണ്ണമാകുന്നത് അപ്പോൾ സന്യസിക്കാം.
അപ്പോൾ വൈരാഗ്യം പൂർണ്ണമാകാനുള്ളൊരു ജീവിതമായിരിക്കണം, ആധ്യാത്മികമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം ഒരു ഗൃഹസ്ഥൻ ജീവിക്കേണ്ടത്. അല്ലാതെ കൂടുതൽ കൂടുതൽ ആസക്തി വർദ്ധിക്കുന്ന ജീവിതമല്ല ജീവിക്കേണ്ടത്. കൂടുതൽ കൂടുതൽ ചെളിക്കുഴിയിലേക്ക് ആണ്ടുപോകാനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്, ചെളിക്കുഴിയിൽ നിന്ന് കര കയറാനാണ് ശ്രമിക്കേണ്ടത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തുടർന്ന് ബ്രഹ്മാവിൻ്റെ മറ്റൊരു പുത്രനെ കുറിച്ച് പറയുന്നു, അധർമ്മൻ. ബ്രഹ്മാവിൻ്റെ ഒരു പുത്രനാണ് അധർമ്മൻ എന്നുള്ളത്. ധർമ്മനും അധർമ്മനും ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്. ധർമ്മ പ്രജാപതിയെ കുറിച്ച് പറഞ്ഞു, ദക്ഷന്റെ 13 പേരെ വിവാഹം കഴിച്ചവൻ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിരുദ്ധ സ്വഭാവമുള്ളൊരു സഹോദരനാണ്, ധർമ്മന്റെ സഹോദരനാണ് അധർമ്മനും. ബ്രഹ്മദേവന്റെ മുതുകത്ത് നിന്ന് ഉണ്ടായവനായിരിക്കും. അപ്പോ മൃഷാ അധർമ്മസ്യ ഭാര്യാസീത് ദമ്പം മായാം ച ശത്രുഹൻ അസൂതമിഥുനം തത്തു നിർദിർജഗൃഹേ പ്രജഃ. മൃഷാധർമ്മസ്യ ഭാര്യാസീത് ദമ്പം മായാം ച ശത്രുഹൻ അസൂതമിഥുനം തത്തു നിർദിർജഗൃഹേ പ്രജഃ. അപ്പൊ ബ്രഹ്മപുത്രനായ അധർമ്മൻ, അധർമ്മസ്യ ഭാര്യ ആസീത് ആര്? മൃഷ. മൃഷ എന്ന് പേരുള്ളവൾ. എവിടുന്ന് ആരുടെ മകളായിട്ട് വന്നു എന്നുള്ളതൊന്നും നമ്മൾ മുമ്പ് കണ്ടില്ല. അപ്പൊ എന്തായാലും മൃഷ എന്ന് പറഞ്ഞൊരു കന്യകയെയാണ് അധർമ്മൻ വിവാഹം കഴിച്ചത്. ആ മൃഷ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? മൃഷ എന്ന് പറഞ്ഞാൽ കാപട്യം, വഞ്ചന, കളവ് എന്നൊക്കെയാണ് അർത്ഥം. അധർമ്മം, അധർമ്മത്തിന്റെ ഭാര്യയായത് മൃഷയാണ് എന്ന് പറഞ്ഞാൽ ചേരേണ്ടവർ തമ്മിൽ ചേർന്നു, മെയ്ഡ് ഫോർ ഈച്ച് അതർ. അവനവന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഭാര്യയെ കിട്ടി. ഇതൊക്കെ തത്വങ്ങളാണ് യഥാർത്ഥത്തിൽ. അധർമ്മന്റെ ഭാര്യയായി മൃഷ തീർന്നു എന്ന് പറഞ്ഞാൽ എവിടെ അധർമ്മം ഉണ്ടോ അവിടെ മൃഷയുണ്ട്. മൃഷയിൽ എന്താ പറയുക, അധർമ്മന്റെ അർദ്ധ നാരിയാണ്, വാമഭാഗമാണ് മൃഷ. ഇപ്പൊ നമ്മൾ അധർമ്മത്തെ സ്വീകരിച്ചാൽ കൂടെ ആര് വരും? മൃഷയും വരും, കാപട്യം വരും, കളവ് വരും, എല്ലാ വഞ്ചനകളും വരും. ധർമ്മത്തിന് നല്ല ഭാര്യമാരെ കിട്ടിയപ്പോൾ അധർമ്മത്തിന് മൃഷയെയാണ് കിട്ടിയത്. എന്നിട്ടുണ്ടായ സന്തതികളുടെ പേര് നോക്കൂ, ദമ്പം മായാംച അസൂത മിഥുനം. മിഥുനം അസൂത. മിഥുനം എന്ന് പറഞ്ഞാൽ ഒരു ആണിനെയും പെണ്ണിനെയും മക്കളായി പ്രസവിച്ചു. എന്താ മക്കളുടെ പേര്? ദമ്പം മായ. ദമ്പഹ എന്നൊരു പുത്രൻ, മായ എന്നൊരു മകള്. 2 മക്കളാണ്. നിങ്ങളൊക്കെ മക്കളുണ്ടായി എങ്ങനെയൊക്കെ പേരിടുവോ? അപ്പൊ ദമ്പൻ എന്നൊരു പുത്രനും മായ എന്ന പേരുള്ള ഒരു പുത്രിയും, ഇങ്ങനെ 2 സന്താനമാണ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ രണ്ടും കൊള്ളരുതാത്ത ഗുണങ്ങളാണ്. മായ എന്ന് പറഞ്ഞത് ഇവിടെ കാപട്യം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ എന്താ പറയുക ജഗദീശ്വരിയായ മായയല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, മായാദേവിയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. മായ എന്ന് പറഞ്ഞാൽ കാപട്യം എന്ന് തന്നെയാണ്, കളവ്, വഞ്ചന, അതൊക്കെ തന്നെയാണ് മായ. മായ എന്ന പുത്രിയും ദമ്പൻ എന്ന പുത്രനും ഉണ്ടായി. ദമ്പം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഭാവിക്കലാണ് ദമ്പം. ധാർമ്മികനല്ലെങ്കിലും ഞാൻ ധാർമ്മികനാണ്, എന്നെ പോലൊരു ധാർമ്മികൻ വേറെ ഇല്ല എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കലും പൊങ്ങച്ചം പറയലും ഒക്കെയാണ് ദമ്പം എന്ന് പറയുന്ന ഗുണം. അപ്പൊ അവൻ നല്ല ജാടക്കാരൻ, നല്ല വേഷം കെട്ടുകാരൻ, കപടൻ തന്നെയാണ് ദമ്പനും. അപ്പൊ അങ്ങനെ ഒരു പുത്രനും ഉണ്ടായി. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ അധർമ്മത്തിൽ നിന്നുണ്ടാവുന്ന പ്രോഡക്ട്സ് ആണ്. നമ്മൾ അധർമ്മത്തെ സ്വീകരിച്ചാൽ കൂടെ ഉണ്ടാവുന്നതാണ് മൃഷയും മായയും ദമ്പവും ഒക്കെ. എന്നിട്ട് ആ മായയെ ആര് സ്വീകരിച്ചു? തത്തു നിർദിർജഗൃഹേ അപ്രജഃ. അതിൽ മായയെ, തത്തു എന്ന് പറഞ്ഞാൽ അവളെ, നിരുതി എന്ന് പറഞ്ഞാൽ രക്ഷസുകളുടെ നേതാവാണ്. നമ്മൾ 8 ദിക്കുകൾ പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ദിക്കിന്റെ നേതാവാണ്, അല്ലെങ്കിൽ പാലകനാണ് നിരുതി. നിരുതി കോൺ എന്നാണ് പറയുക.
അല്ലേ? തെക്ക് യമനാണ് അധിപനെങ്കിൽ തെക്ക് പടിഞ്ഞാറ് നിരുതിയാണ്. ആ നിരുതി രക്ഷസാണ്. രക്ഷസ് എന്ന് പറഞ്ഞാൽ രാക്ഷസ സ്വഭാവം ഉള്ളവനാണ്. ആ നിരുതി ആരെ വിവാഹം കഴിച്ചു? മായയെ വിവാഹം കഴിച്ചു എന്നാണ്. അപ്രജഹ, പ്രജാഹീനനായ നിരുതി, സന്താനഹീനനായിരുന്ന നിരുതി ഇവരെ ജഗൃഹെ, ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഭാര്യയായിട്ട് സ്വീകരിച്ചു എന്നുള്ളതിനേക്കാൾ ഇവിടെ മകളായിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ എടുക്കേണ്ടത്. സന്താനഹീനനായിരുന്നതുകൊണ്ട്, അപ്രജനായിരുന്നുകൊണ്ട് പ്രജയായിട്ട് സ്വീകരിച്ചു. അപ്പോൾ വേണമെങ്കിൽ രണ്ടുപേരെയും സ്വീകരിക്കാം. ദമ്പത്തെയും മായയെയും സന്താനത്വേന സ്വീകരിച്ചു നിരുതി. അപ്പൊ നിരുതി എന്ന് പറഞ്ഞാൽ രാക്ഷസ സ്വഭാവമാണ്, രക്ഷസാണ്. ആ സ്വഭാവം സ്വീകരിച്ചു. തയോഹോ സമഭവത് ലോഭോ നികൃതിശ്ച മഹാമതേ താഭ്യാം ക്രോധശ്ച ഹിംസാച യദ്ദുരുക്തിഹി സ്വസാ കലിഹി. തയോഹോ, തയോഹോ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന്. അവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഈ മിഥുനത്തെയാണല്ലോ പ്രസവിച്ചത്. ആരാണ്? ദമ്പവും മായയും. അവർ രണ്ടിൽ നിന്ന് എടുക്കണം. ദമ്പത്തിനും മായയ്ക്കും കൂടി സന്തതികളായിട്ട് ലോഭഹ നികൃതിഹീച്ച, ലോഭവും നികൃതിയും പുത്രന്മാരുടെ പേരാണ്. ലോഭം എന്ന് പറഞ്ഞാൽ ഗ്രീഡ്, അത്യാഗ്രഹം. നികൃതി എന്ന് പറഞ്ഞാൽ നന്ദി ഇല്ലാത്ത അവസ്ഥയാണ്. നന്ദികെട്ട സ്വഭാവത്തിനാണ് നികൃതി എന്ന് പറയുക. അപ്പോൾ ചെയ്തതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുക. നമ്മൾ ആരെങ്കിലും ഒരാൾക്ക് സഹായം ചെയ്താൽ പാമ്പ് പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കും. അതുപോലെയുള്ള പ്രവർത്തികളാണ് നികൃതി എന്ന് പറയുന്നത്. അപ്പോൾ പേര് നികൃതി എന്ന് ഇട്ടു, സ്വഭാവത്തിനനുസരിച്ച്. അപ്പോൾ ആ ദമ്പന് മായയിൽ നിന്ന് ലോഭം എന്ന പുത്രനും, ഇവിടെ നികൃതി സ്ത്രീലിംഗമാണ്, നികൃതി എന്ന പുത്രിയും ജനിച്ചു. പിന്നെ അവര് ദമ്പതികളായി, പുത്രനും പുത്രിയുമായി ജനിച്ച എന്താ പറയുക, ലോഭവും നികൃതിയും ദമ്പതികളായി. അതാണ് താഭ്യാം. ഇവിടെ മഹാമതേ എന്ന് വിളിച്ചത് മൈത്രേയൻ വിതുരനെ വിളിച്ചതാണ്. അല്ലയോ ബുദ്ധിമാനായ വിതുര എന്നുള്ള അർത്ഥത്തിൽ മഹാമതേ താഭ്യാം. താഭ്യ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരിൽ നിന്ന്, ലോഭവും നികൃതിയിലും നിന്ന്, ക്രോധശ്ച ഹിംസാച, ക്രോധവും ഹിംസയും, ക്രോധം എന്ന പുത്രനും ഹിംസ എന്ന പുത്രിയും. പിന്നെ അവരിൽ നിന്ന്, അതാണ് യത് ദുരുക്തിഹി സ്വസാ കലിഹി, അവരിൽ നിന്ന് കലി എന്ന പുത്രനും ദുരുക്തി എന്ന പുത്രിയും ജനിച്ചു. സ്വസ എന്ന് പറഞ്ഞാൽ സഹോദരി എന്നാണ്. ആർക്ക്? കലിക്ക് സഹോദരിയായിട്ട് ദുരുക്തി എന്ന പുത്രിയും. ദുരുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർവാക്കുകൾ. കലി എന്ന പുത്രനും. കലി എന്ന് പറഞ്ഞാൽ എന്താണ്? കലഹം തന്നെയാണ്, തമോ ഗുണം തന്നെയാണ്, ശണ്ട തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ക്രോധവും ഹിംസയും കലിയെയും ദുരുക്തിയെയും എന്താ പറയുക, പുത്രന്മാരായി ജനിപ്പിച്ചു. അപ്പൊ ഇത് ഒരു അധർമ്മത്തിന്റെ വംശമാണിതെല്ലാം. അതൊരു ഭാഗത്തുണ്ട്, അവരുമായിട്ട് നമുക്ക് ബന്ധം വേണ്ട എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലെ? ലോകത്തിൽ രണ്ടും ഉണ്ട്, ധർമ്മമുണ്ട് അധർമ്മമുണ്ട്. അധർമ്മത്തിന്റെ വംശത്തിൽ ഇന്നവരൊക്കെ നമ്മളെ കാത്തിരിപ്പുണ്ട്, നമ്മളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിക്കൊണ്ട്. നമ്മൾ അറിയാതെ ഇവരുമായിട്ടാണ് പലപ്പോഴും ബന്ധം സ്ഥാപിക്കാറ്. അത് ഒഴിവാക്കുകയാണ് ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത്. അതാണ് അവിടെ മഹാമതേ എന്ന് വിളിച്ചത്. വിതുര മഹാമതേ, അങ്ങേ പോലെയുള്ള ആളുകളൊന്നും പിന്നെ ഇവരെ കുറിച്ച് അന്വേഷിക്കാനോ ഇവരുടെ അടുത്ത് ബന്ധം സ്ഥാപിക്കാനോ പോകില്ല. ഇവിടെയുള്ള ലോകത്തിലുള്ള മൂഢമതികള് ഇവരുമായിട്ടാണ് കൂടുതൽ ബാന്ധവം. അല്ലേ? ലോകത്തിലെ മൂഢന്മാരായിട്ടുള്ളവര് ഈ പറഞ്ഞ അധർമ്മവും അധർമ്മത്തിന്റെ വംശത്തിൽ പിറന്ന ഇവരും ഒക്കെ ആയിട്ടാണ് ബന്ധം സ്ഥാപിക്കുക. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞാലോ നമ്മൾക്ക് എന്ത് ചെയ്യാം? അകറ്റി നിർത്താം. ഇവരുടെ സ്വഭാവം അറിഞ്ഞാൽ ഇവരെ അകറ്റി നിർത്താം. നമുക്ക് പലരുടെയും പേരിൽ നിന്ന് സ്വഭാവം അറിയില്ല. അല്ലെ? പേര് പൊന്നമ്മ, കഴുത്തില് വാഴനാര് എന്ന് പറയുന്നുള്ളൂ എന്നതുപോലെ ആയിരിക്കും പലർക്കും സ്വഭാവം, പേരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇവിടെ പക്ഷേ
ശാസ്ത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇന്ന ഇതിനെ സ്വീകരിച്ചാൽ, അധർമ്മത്തെ സ്വീകരിച്ചാൽ ഇന്ന പാരമ്പര്യമാണ് ഉണ്ടാവുക. അവരുടെ അടുത്തേക്ക് പോകരുത്, അവരുമായിട്ടുള്ള ബന്ധത്തെ, ചേർച്ചയെ ഒഴിവാക്കുക, ദൂരെ വിലങ്ങുക, ദുഷ്ടരെ കണ്ടാൽ ദൂരെ വിലങ്ങുക. അതാണ് നല്ലത്, ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ ഇതൊക്കെ ഇവിടെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഗ്രഹിക്കേണ്ടത്, ഈ പറഞ്ഞ ഓരോ അധർമ്മത്തിനും അതിൻ്റെതായിട്ടുള്ള സന്തതികൾ എന്ന് പറയുന്നതൊക്കെ ഓരോ ദേവതാ സങ്കല്പമായിട്ട് എടുക്കുക. ഓരോന്നിനും അധിഷ്ഠാന ദേവതയുണ്ട്. നല്ലതിന് മാത്രമല്ല, മോശത്തിനും അധിഷ്ഠാന ദേവതയുണ്ട്. ചീത്തയായിട്ടുള്ള ഗുണങ്ങൾക്കും അധിഷ്ഠാന ദേവതയുണ്ട്. എല്ലാറ്റിനും അതാതിന്റെ ദേവതകളുണ്ട്. ആ ദേവതകളുടെ ഉൽപ്പത്തിയാണ് ഈ പറഞ്ഞതെന്നും കൂടി മനസ്സിലാക്കുക. ബ്രഹ്മാവിന്റെ പുത്രനായിട്ടല്ലേ അധർമ്മം ജനിച്ചത്, ആ അധർമ്മത്തിൽ നിന്നല്ലേ ഇവരെല്ലാം ഉണ്ടായത്. ഇവരൊക്കെ അതാത് കൊള്ളരുതായ്മകളുടെ ദേവതകളാണ് എന്ന്. ദുരുക്തൗ കലിരാധത്ത ഭിയം മൃത്യും ച സത്തമ തയോശ്ച മിഥുനം ജജ്ഞേ യാതനാ നിരയസ്തദാ. അവരുടെ പരമ്പര പിന്നെയും തുടരുകയാണ്. ദുരുക്തൗ കലിഹി, ദുരുക്തിയിൽ കലി, അവര് ദമ്പതികളായി. ആ ദുരുക്തിയിൽ നിന്ന് കലിക്ക് ഭിയം മൃത്യും ആദത്ത. ഭിയം എന്ന് പറഞ്ഞാൽ ഭയത്തെയും, മൃത്യു മരണത്തെയും. അപ്പൊ സന്തതികളായിട്ട് ഭയവും മരണവും ഉണ്ടായി. ആദത്ത, ആദാനം ചെയ്തു, ഗർഭാധാനം ചെയ്തു. തയോഹോച യാതന നിരയഃ മിഥുനം ജജ്ഞേ. അവരിൽ നിന്ന് ഭയത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും ആരുണ്ടായി? യാതന നിരയഃ, യാതനയെന്നും നിരയമെന്നുമുള്ള മിഥുനം ഉണ്ടായി. സ്ത്രീയും പുരുഷനും. ഇവിടെ യാതന എന്നുള്ളത് സ്ത്രീലിംഗമാണ്. നിരയഃ എന്നുള്ളത് നരകത്തിന്റെ പര്യായമാണ് നിരയം. അപ്പൊ നരകവും യാതനയും ഇണകളായി, മിഥുനങ്ങളായി ജജ്ഞേ, ജനിച്ചു, ജാതരായി. അപ്പൊ ദുരുക്തി കലിയും ചേർന്ന് ഭയവും മരണവും ഉണ്ടായി. അവിടെ മൃത്യു എന്നുള്ളത് പുല്ലിംഗ ശബ്ദവും ഭീ എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദവുമാണ്. ഭീയം എന്ന് ഭീതിയെ, ഭയത്തെ എന്നാണ് സ്ത്രീലിംഗ ശബ്ദമാണ്. അവര് ദമ്പതികളായി. അവരിൽ നിന്ന് യാതനയും നിരയം അഥവാ നരകവും ഉണ്ടായി. നരകം പുരുഷനും, യാതന സ്ത്രീയും. സംഗ്രഹേണ മയാഖ്യാതഃ പ്രതിസർഗസ്തവാനഘ ത്രിശ്രുത്വൈതത് പുമാൻ പുണ്യം വിദുനോത്യാത്മനോമലം. ഹേ അനഘ, വിദുരനെ മൈത്രേയൻ സംബോധനയാണ്. അല്ലയോ പാപരഹിതനായ വിദുര, അനഘ, നിഷ്പാപ, തവ പ്രതിസർഗ സംഗ്രഹേണ ആഖ്യാതഃ. അങ്ങക്ക് പ്രതിസർഗം, പ്രതിസർഗം എന്ന് പറഞ്ഞാല് വിപരീതമായ സർഗം. സർഗം എന്ന് പറഞ്ഞാല് നല്ല ക്രിയേറ്റീവായിട്ടുള്ള, സൃഷ്ടി ഉന്മുഖമായിട്ടുള്ളതിനെയാണ് സർഗം എന്ന് പറയുന്നത്. അതിന് പ്രതിലോമമായിരിക്കുന്നത്, അതിന് നാശകാരണമായിരിക്കുന്ന സർഗമാണ് ഇത്. അധർമ്മത്തിന്റെ സന്തതികളൊക്കെ ഈ ലോകത്തെ നശിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് അവയെ എന്ത് പറഞ്ഞു? പ്രതിസർഗം എന്ന് പറഞ്ഞു. വിപരീത സർഗങ്ങൾ. ഈ പ്രതിസർഗം ആരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാവുന്നു അവിടെയൊക്കെ നാശം ഉണ്ടാവും. അതാണ് അതിന്റെ താല്പര്യം. നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ടായാൽ, ഈ മുമ്പേ പറഞ്ഞ പേരുകളൊക്കെ, ആ സ്വഭാവമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായാൽ തീർച്ചയായിട്ടും ഇവിടെ എന്ത് സംഭവിക്കും? പ്രതിസർഗം സംഭവിക്കും, ഡിസ്ട്രക്ഷൻ സംഭവിക്കും. അപ്പൊ ഡിസ്ട്രക്ഷൻ വേണോ? ഈ പറഞ്ഞതൊക്കെ വേണം. ഈ പറഞ്ഞതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം. വളരെ പോസിറ്റീവായിട്ട്, കൺസ്ട്രക്റ്റീവായിട്ട് സൃഷ്ടി വർദ്ധിക്കണോ? ഇതിനെ ഒഴിവാക്കണം. ഈ പറഞ്ഞ ദോഷങ്ങളെ ഒഴിവാക്കണം. അപ്പൊ ഈ പറഞ്ഞ ദോഷങ്ങളുണ്ടല്ലോ, ഈ എണ്ണി പറഞ്ഞത്, അധർമ്മത്തിന്റെ സന്തതി പരമ്പരകൾ, അത് പലരിലും കയറി കൂടുന്നത് കൊണ്ടാണ് ഇവിടെ പല കലഹങ്ങളും യുദ്ധങ്ങളും നാശങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ ധ്രുവനെ അടക്കം ഈ പ്രതിസർഗം പിടികൂടുന്നുണ്ട്. ഈ ധ്രുവനില് ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. അതിന് കാരണം ഉത്താനപാദനിൽ ഉണ്ടായ അധർമ്മമാണ്, സുരുചിയിലുണ്ടായ അധർമ്മമാണ്. അപ്പൊ ഉത്താനപാദനും സുരുചിയും എന്ന ആ ദമ്പതികൾക്ക് പറ്റുന്ന അബദ്ധത്തിൽ നിന്ന്, അവർക്ക് പറ്റുന്ന തെറ്റിൽ നിന്ന്, അവർ ചെയ്യുന്ന അധർമ്മത്തിൽ നിന്ന് പിന്നീട് ഉണ്ടായി വരുന്നതാണ് ക്രോധവും മത്സരവും.
ഈ പറഞ്ഞതായിട്ടുള്ള നാശങ്ങളൊക്കെ അത് ധ്രുവനിലൂടെ പ്രകടമാകുന്നു. അങ്ങനെ ധ്രുവൻ യുദ്ധത്തിൽ യക്ഷാദികളെ കുറേ പേരെ, ആയിരക്കണക്കിന് യക്ഷന്മാരെ കൊന്നൊടുക്കുന്നു. അതിനൊക്കെ കാരണം എന്താണ്? ഈ പറഞ്ഞ പ്രതിസർഗം ഉള്ളിലേക്ക് കയറിയത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലും പ്രതിസർഗം കയറാതെ നോക്കുക. ആരുടെയൊക്കെ ഉള്ളിൽ ഈ പ്രതിസർഗം കയറി പറ്റിയിട്ടുണ്ടോ അവിടെ നാശം ഉറപ്പാണ്. ധർമ്മ വിപരീതമായിട്ടുള്ള അധർമ്മത്തിൽ നിന്നാണ് ഇവിടെ നാശമുണ്ടാകുന്നത്. ധർമ്മം ഈ ലോകത്തെ നിലനിർത്താനുള്ളതാണ്. ധർമ്മം കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. ധാര്യതേ അനേന ഇതി ധർമ്മ. ഈ ലോകം ധരിക്കപ്പെടുന്നത് എന്തുകൊണ്ടോ അതാണ് ധർമ്മം. അതിന് വിപരീതമായത് ലോകത്തെ നശിപ്പിക്കുന്നതൊക്കെ അധർമ്മം. അതൊക്കെ പ്രതിസർഗത്തിന്റെ പട്ടികയിലേക്ക് പെട്ടിരിക്കണം. അപ്പൊ ഞാൻ ഈ പ്രതിസർഗത്തെ കുറിച്ച് നിനക്ക് ഞാൻ ചുരുക്കി പറഞ്ഞു. അനഘ തവ പ്രതിസർഗ സംഗ്രഹേണ ആഖ്യാത. സംഗ്രഹിച്ച് ഞാൻ പറഞ്ഞു. പുമാൻ പുണ്യം ഏതത് ത്രിഹി ശ്രുത്വ ആത്മനഃ മലം വിദുനോതി. പുമാൻ ഏതൊരു പുരുഷനാണോ പുണ്യം ഏതത്, ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് പുണ്യമാണ്. ഇതിനെക്കുറിച്ച് ത്രിഹി ശ്രുത്വ 3 പ്രാവശ്യം കേട്ടാൽ ആത്മനഃ മലം വിദുനോതി, തന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ നശിപ്പിച്ചു കളയുന്നു. അപ്പൊ കേൾക്കേണ്ട രീതിയിൽ ഇതിനെക്കുറിച്ച് 3 പ്രാവശ്യം കേട്ടാൽ, എന്ന് വെച്ചാൽ ഇതൊക്കെ പ്രതിസർഗമാണ്, നാശകാരണമായിട്ടുള്ളതാണ് എന്നറിഞ്ഞുകൊണ്ട് ജാഗ്രതയോടുകൂടി കേട്ട് ഇതിനെ ഒഴിവാക്കുകയാണെങ്കിൽ അത് പുണ്യം. അതുകൊണ്ട് ഇത് പുണ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു. പുമാൻ പുണ്യം ഏതത് ശ്രുത്വ, പുണ്യമായിട്ടുള്ളതിനെ കേട്ടാൽ ആത്മനഃ മലം വിദുനോതി, തന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ പാപങ്ങളെ ഒക്കെ ക്ഷയിപ്പിക്കുന്നു, നശിപ്പിക്കുന്നു. ഇതറിഞ്ഞാൽ നമുക്ക് അധർമ്മ വംശ ചരിത്രം അറിഞ്ഞാൽ ഉള്ളിലുള്ള മാലിന്യമാകുന്ന കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളൊക്കെ ഉപേക്ഷിച്ച് ബുദ്ധിക്ക് നൈർമല്യം വരുന്നു എന്നർത്ഥം. നമ്മുടെ ബുദ്ധി നിർമ്മലമാകുന്നു, ശുദ്ധമാകുന്നു. അപ്പൊ ഇത് കേട്ട് മനസ്സിരുത്തി എന്താണിത് പറയുന്നത് എന്ന് ബോധ്യം വന്ന് അവയെ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ മലമാണെന്ന് അറിഞ്ഞ് മലത്തിനെ സ്വീകരിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയെ പൊല്യൂട്ട് ചെയ്യുന്നതാണ്, നമുക്ക് ദുഃഖകാരണങ്ങളാണ്, നമുക്ക് ഭയവും മരണവും നരകവും യാതനകളും ഒക്കെ നൽകുന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുക. ഇവരെ കണ്ടാൽ മാറി നിൽക്കുക. അതാണ് പ്രതിസർഗം കൊണ്ട് ഉദ്ദേശിച്ചത്. സംഗ്രഹേണ മയാഖ്യാതഃ പ്രതിസർഗസ്തവാനക ത്രിശ്രുത്വൈതത് പുമാൻ പുണ്യം വിദുനോത്യാത്മനോ മലം അദാദ കീർത്തയേ വംശം പുണ്യകീർത്തേഃ കുരുദ്വഃ സ്വയംഭുവസ്യാപി മനോഃ ഹരേരംശാംശജന്മനഃ. ഇനി അദാദ അനന്തരം എന്ന് പറയണം. അനന്തരം കീർത്തയേ വംശം, ഞാൻ വംശത്തെ കീർത്തിക്കാം. ആരുടെ? പുണ്യകീർത്തേഃ സ്വയംഭുവസ്യ മനോഃ ഹരേഹേ അംശാംശ ജന്മനഃ. മനുവിനെ വിശേഷിപ്പിച്ചതാണിതെല്ലാം. സ്വയംഭുവ മനുവിനെ കുറിച്ചാണ് പറയുന്നത്. പുണ്യകീർത്തേഹ, പുണ്യകീർത്തിയായ, ആരുടെ കീർത്തി കേൾക്കുന്നത് തന്നെ നമുക്കൊക്കെ പുണ്യം നൽകുന്നതാണ്. അത്രയും ധാർമ്മികനാണ് ആര്? ഈ മനു. ആ മനുവിന്റെ ഉള്ളില് ഈ പറഞ്ഞതൊന്നുമില്ല, മുമ്പേ പറഞ്ഞ അധർമ്മ സൃഷ്ടികളൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം പുണ്യകീർത്തിയാണ്. ആ പുണ്യകീർത്തിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ വംശത്തെ കുറിച്ച് ഞാൻ കീർത്തിക്കാം. ആരാണത്? സ്വയംഭുവസ്യ മനോഹോ, സ്വയംഭുവനായ ബ്രഹ്മദേവന്റെ പുത്രനായ ആ മനുവിന്റെ വംശത്തെ ഞാൻ കീർത്തിക്കാം. അദ്ദേഹം ആരാണ്? ഹരേഹേ അംശാംശ ജന്മനഃ, ഹരിയുടെ അംശാംശത്തിൽ നിന്ന് ജന്മമെടുത്തവനാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു വിഭൂതിയാണ് മനുവും. അദ്ദേഹത്തിന്റെ ചെറിയൊരു അവതാരമാണ് മനുവും. അത് ഭാഗവതം ആരംഭത്തില് പ്രഥമ സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. സനകാദികൾ, മനുക്കൾ, പ്രജാപതിമാർ ഇവരൊക്കെ ഈശ്വര അവതാരങ്ങൾ തന്നെയായിട്ട് കാണണം. എവിടെയൊക്കെ നന്മകളുണ്ടോ, എവിടെയൊക്കെ വിഭൂതികൾ പ്രകാശിക്കുന്നുണ്ടോ അവരെയൊക്കെ ഈശ്വര അവതാരമായി കാണണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ മനുവും ഭഗവാന്റെ അംശത്തിൽ നിന്ന് ഭവിച്ച അവതാരമൂർത്തി തന്നെയാണ്.
അങ്ങനെയുള്ള ഹരേഹേ അംശാംശജന്മന പുണ്യകീർത്തേഹേ സ്വയംഭുവസ്യ മനോഹോ അപി വംശം അഹം കീർത്തയേ ഹേ കുരുദ്വഹ. നീയും ഒരു മഹത്തായ വംശത്തിൽ ജനിച്ചവനാണല്ലോ, ആ കുരുവിന്റെ വംശത്തെ വഹിക്കുന്നവനാണല്ലോ നീയും. കീർത്തി കേട്ട വംശമാണ് കുരുവംശം. നമ്മുടെ ദുര്യോധനാദി കൗരവന്മാരെ മാത്രം എടുക്കരുത്, അതിനു മുമ്പേ കുരുവംശമുണ്ട്. അതിൽ പ്രഗത്ഭരായിട്ടുള്ള മഹാത്മാക്കൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആ കുരുവംശത്തിൽ തന്നെയാണ് പാണ്ഡവന്മാരും ഉണ്ടായിട്ടുള്ളത്. ആ കുരുവംശത്തിൽ തന്നെയാണ് ശന്തനുവും ഭീഷ്മരും വിതുരനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പാണ്ഡുവും ധൃതരാഷ്ട്രനും ഒക്കെ കുരുവംശത്തിലുണ്ടായ, അതൊക്കെ മൊത്തത്തിൽ കുരുവംശമാണ്. അതിൽ പാണ്ഡുവിന്റെ മക്കളെ മാത്രം പാണ്ഡവന്മാരെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വേർതിരിച്ച് പറഞ്ഞു. അവരും കൗരവന്മാർ തന്നെയാണ്, പാണ്ഡവന്മാരും കൗരവന്മാർ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ആ കുരുവിന്റെ വംശത്തെ ഉദ്വഹിക്കുന്നവൻ, എപ്പോഴും നിലനിർത്തുന്നവൻ എന്നർത്ഥമാണ്. അന്നും ഇപ്പൊ ആ കുരുവംശത്തെ നിലനിർത്തുന്ന ഒരാളാണ്. അതാണ് വിതുരനെ സംബോധന കുരുദ്വഹ. അപ്പോൾ സ്വയംഭുവനായ മനുവിന്റെ വംശത്തെക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ്. പ്രിയവ്രതോത്ഥാനപാദൗ ശതരൂപാപതേഹേ സുതൗ വാസുദേവസ്യ കലയാ രക്ഷായാം ജഗതസ്ഥിതൗ. പ്രിയവ്രത ഉത്ഥാനപാദൗ, രണ്ടുപേര്, പ്രിയവ്രത ഉത്ഥാനപാദ, രണ്ടും കൂടി ചേർത്ത് ദ്വിവചനമാക്കുമ്പോഴാണ് ഉത്ഥാനപാദൗ എന്നാവുന്നത്. പ്രിയവ്രതോത്ഥാനപാദൗ, പ്രിയവ്രത ഉത്ഥാനപാദന്മാർ രണ്ടുപേര്. സതരൂപാപതേഹേ സുതൗ, സുതൗ ദ്വൗ സുതൗ, രണ്ട് പുത്രന്മാരാകുന്നു. ആരുടെ? സതരൂപാപതിയുടെ. സതരൂപ എന്നുള്ളത് മനുവിന്റെ ഭാര്യയുടെ പേരാണ്. അപ്പൊ ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് അവളുടെ ഭർത്താവായിട്ടുള്ള മനുവിന്റെ പുത്രന്മാരാകുന്നു പ്രിയവ്രത ഉത്ഥാനപാദന്മാർ. അവർ രണ്ടുപേരും ആരാണ്? വാസുദേവസ്യ കലയാ രക്ഷായാം ജഗതഃ സ്ഥിതൗ. വാസുദേവന്റെ കല കൊണ്ട് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരാവുന്നത് ഈശ്വരാംശം കൊണ്ട് തന്നെയാണ്. ഇവിടെ മനുവിന്റെ പുത്രന്മാരുമാണ്, അതുകൊണ്ടും അവർ വാസുദേവാംശമാണ്. മനുപുത്രന്മാർ, ഇന്ദ്രൻ, ദേവന്മാർ, സപ്തർഷികൾ, ഈശ്വരന്റെ ഒരു അവതാരം, ഇങ്ങനെ ചേർന്നിട്ടാണ് 6 പേര് ചേർന്നതാണ് മന്വന്തര ഷക്കം എന്ന പേരില് ഓരോ മന്വന്തരത്തെയും പരിപാലിക്കുന്ന ഗ്രൂപ്പ്. അപ്പൊ ആ മന്വന്തര ഷക്കത്തിൽ വരുന്നവരാണ് മനുപുത്രന്മാർ. അവരെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്, ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പൊ പ്രിയവ്രത ഉത്ഥാനപാദന്മാർ വാസുദേവസ്യ കലയാ, വാസുദേവന്റെ അംശത്താൽ ജഗതഃ രക്ഷായാം സ്ഥിതൗ, ഈ ജഗത്തിന്റെ രക്ഷയ്ക്കായിക്കൊണ്ട് ക്ഷത്രിയന്മാരായി രാജാക്കന്മാരായി നിലകൊള്ളുന്നവരാകുന്നു. സ്ഥിതൗ, ഏർപ്പെട്ടിരിക്കുന്നവരാകുന്നു. പ്രിയവ്രത ഉത്ഥാനപാദന്മാർ 2 ആൺകുട്ടികള്, മനുവിന്റെ പുത്രന്മാർ, അവര് ക്ഷത്രിയന്മാർ, ലോകരക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞിട്ട് കഥയിലേക്ക് വരുന്നു. ജായേ ഉത്ഥാനപാദസ്യ സുനീതിഃ സുരുചിഃ തയോഃ സുരുചിഃ പ്രേയസീ പത്യുഃ നേതരാ യത്സുതോ ധ്രുവഃ. ജായേ ഉത്ഥാനപാദസ്യ, ഉത്ഥാനപാദസ്യ ജായേ, ജായേ എന്ന് പറഞ്ഞപ്പോ ദ്വിവചനമാണ്, ദ്വേ ജായേ എന്നർത്ഥം. ജായാ എന്നത് ഏകവചനം, ഭാര്യ എന്നുള്ളതിന് ഏകവചനം ജായാ. ഇവിടെ ജായേ എന്നുള്ളത് ദ്വിവചനമാണ്. ജായാ, ജായേ, ജായാഹ. ബഹുവചനം പറഞ്ഞാൽ അനേക ഭാര്യമാർ. ജായാഹ, ജായാ എന്ന് പറയുന്നത്, ഭാര്യയ്ക്ക് ജായാ എന്ന് പറയുന്നത് ഭർത്താവിനെ തന്നെ പുത്രരൂപത്തിൽ ജനിപ്പിക്കുന്നവൾ. അതുകൊണ്ടാണ് ജായ എന്ന് പറയുന്നത്. ഭർത്താവ് തന്നെയാണ് അവളുടെ ഗർഭത്തിലൂടെ പുത്രനായി ജനിക്കുന്നത്. അതുകൊണ്ട് ഭർത്താവിന് അമ്മയുടെ സ്ഥാനം കൂടിയാണ് ഭാര്യയ്ക്ക്. അതുകൊണ്ടാണ് ജായ എന്ന് പറയുന്നത്, ജനിപ്പിക്കുന്നവൾ അമ്മ. അപ്പൊ ഇവിടെ ഉത്ഥാനപാദന്റെ 2 ഭാര്യമാരാണ് സുനീതിഃ സുരുചിഃ, സുനീതിയും സുരുചിയും. തയോഹോ, അവർ 2 പേരിൽ വെച്ച് സുരുചിഃ പ്രേയസീ പത്യുഃ,
സുരുചിഹി, നല്ല രുചിയുള്ളവൾ. രുചി എന്നാൽ കാന്തി, സൗന്ദര്യം എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ നല്ല സൗന്ദര്യമുള്ളവൾ അല്ലെങ്കിൽ നല്ല കാന്തിയുള്ളവൾ, ഓവർ സ്മാർട്ടായിട്ടുള്ളവൾ. പത്യുഹു പ്രേയസി, പതിക്ക് പ്രിയതമയാകുന്നു, ഏറ്റവും പ്രിയതമയാകുന്നു സുരുചിഹി. ന ഇതരാ, ഇതരാ ന, ഇതരാ എന്ന് പറഞ്ഞാൽ മറ്റേവൾ. സുരുചി മാറ്റിയാൽ പിന്നെ ആരാളുള്ളത്? സുനീതി ന. സുനീതി ഭർത്താവിന് പ്രേയസി ആയിരുന്നില്ല എന്ന് സൂചിപ്പിക്കണം. നേ തരാ ന ഇതരാ. എന്നിട്ട് പറഞ്ഞു യത് സുതോ ധ്രുവ, ഏതൊരുവളുടെ പുത്രനാകുന്നുവോ ധ്രുവൻ, ആ സുനീതിയുടെ പുത്രനാകുന്നു ധ്രുവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കഥയിലേക്ക് വരികയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ രാവിലെ കാണാം. ഏകത എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഒരു കഥയുടെ ആരംഭമാണ്. ഒരിക്കൽ, പണ്ടൊരിക്കൽ എന്ന് നമുക്ക് നാളെ കഥ ആരംഭിക്കാം. അപ്പൊ നമ്മൾ കഥയ്ക്കുള്ള പശ്ചാത്തലം ഒരുക്കി. നാളെ വീണ്ടും കാണാം. നാളെ 11 മണിക്ക് തന്നെ ക്ലാസ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും വീണ്ടും വീണ്ടും വൈശാഖമാസ ആശംസകൾ. നാളെ രാവിലെ 11 മണിക്ക് കാണാം. ശുഭരാത്രി, സുഖനിദ്ര.